വിവിധങ്ങളായ വിഷയങ്ങൾ സഭയിൽ വരുമ്പോൾ എങ്ങനെ അവയോട് പ്രതികരിക്കേണ്ടതുണ്ട് എന്നുള്ളതിനെക്കുറിച്ചാണ് അവസാന ഭാഗത്ത് നമ്മൾ പറഞ്ഞതില്ലേ? അതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അവസാനം നമ്മൾ പറഞ്ഞു വെച്ച 1 കൊരിന്തോസിൻ്റെ 7-ാമത്തെ അധ്യായത്തിൻ്റെ വെളിച്ചത്തിലുള്ള ചില ദർശനങ്ങളാണ് നമ്മൾ പങ്കുവെച്ചത്. ഇന്ന് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടെ ഒന്ന് പങ്കുവയ്ക്കാമെന്ന് ആഗ്രഹിക്കുന്നു. ഇന്നലെ നമ്മൾ പറഞ്ഞത് അവസാനം 1 കൊരിന്തോസ് 7-ാമത്തെ അധ്യായത്തിൽ, 7 അതിന് മുന്നിലത്തെ നമ്മൾ പറഞ്ഞില്ലേ, 6-ാമത്തെ അധ്യായത്തിൽ വിശ്വാസികളുടെ വ്യവഹാരം അതാണ് പറഞ്ഞത്. 7-ാമത്തെ അധ്യായത്തിലും കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് അതും നമ്മൾ പറഞ്ഞു വെച്ചു. അത് പറഞ്ഞല്ലോ അല്ലേ? വിവാഹം നമ്മൾ പറഞ്ഞു, തീർച്ചയായിട്ടും അത് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് 8-ാമത്തെ അധ്യായത്തിൽ ഒരു വലിയ വിഷയമുണ്ട്. അതും അവരെഴുതി ചോദിച്ചൊരു കാര്യമാണ്. വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണം കഴിക്കാവോ ഇല്ലയോ? അത് നമ്മളും എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ചോദ്യം ചോദിക്കുന്നതും ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ ഒരുപാട് സംസാരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള വിഷയമാണ്. വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു വിഷയം കൂടിയാണ്. വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണം കഴിക്കാവോ ഇല്ലയോ? അതൊരു ചോദ്യമാണ്. ഏറെ ചോദ്യങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിലൊരു ചോദ്യം ഇങ്ങനെയാണ്. ഞാനൊരു 3 ചോദ്യങ്ങളാണ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. 1-ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: കുഡ് എ ക്രിസ്ത്യൻ അറ്റൻഡ് എ ബാങ്ക്വറ്റ് ഇൻ ആൻ ഐഡൽസ് ടെമ്പിൾ? അതായത് ഒരു അമ്പലത്തിൽ പോയിട്ട് ഒരു ക്രിസ്ത്യാനിക്ക് ഭക്ഷണം കഴിക്കാമോ? അതിൻ്റെ പശ്ചാത്തലം ഞാൻ പറയാം കേട്ടോ. ഈ ചോദ്യം മാത്രം എല്ലാവരും ഒന്ന് മനസ്സിൽ വെക്കണേ. അമ്പലത്തിൽ പോയിട്ട് ഈ ഭക്ഷണം കഴിക്കാവോ? 2-ാമത്തെ ചോദ്യം ഇതാണ്: കുഡ് എ ക്രിസ്ത്യൻ ഈറ്റ് മീറ്റ് സാക്രിഫൈസ് ടു ഐഡൽസ് ദാറ്റ് ഹി ഇൻഅഡ്വർട്ടൻ്റ്ലി ബോട്ട് അറ്റ് ദ മാർക്കറ്റ്? അമ്പലത്തിൽ അർപ്പിച്ച മാംസം ചിലപ്പോൾ ചന്തയിൽ കുറച്ച് വില കുറഞ്ഞ് വിൽക്കുന്നുണ്ടാവും. അവിടെ പോയിട്ട് ആ ഇറച്ചി മേടിക്കാവോ, കഴിക്കാവോ? 3-ാമത്തെ ചോദ്യം ഇതാണ്: കുഡ് എ ക്രിസ്ത്യൻ ഈറ്റ് മീറ്റ് സാക്രിഫൈസ്ഡ് ഓൺ ഐഡൽ ഇൻ ദ ഹോം ഓഫ് ആൻ അൺബിലീവിംഗ് ഫ്രണ്ട്? അവിശ്വാസിയായിരിക്കുന്ന ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയിട്ട് അമ്പലത്തിൽ അർപ്പിച്ച ഇറച്ചി അവൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട്, അവിടെ കഴിക്കാവോ എന്നുള്ളതാണ്. ഇതിൻ്റെ പശ്ചാത്തലം ഞാൻ ആദ്യം പറയാം. എന്താണ് ഇതിൻ്റെ പശ്ചാത്തലം എന്ന്? കൊറിന്തോസിലെ അമ്പലങ്ങളിൽ ബലിയർപ്പിക്കുന്ന പതിവുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ കാണിച്ചില്ലേ പല അമ്പലങ്ങളുണ്ട് എന്ന്. അങ്ങനെയുള്ള അമ്പലങ്ങളിലെ ബലിയർപ്പിക്കുമായിരുന്നു. നമുക്ക് ഏകദേശം ഒരു കാളയോ പോത്തോ എന്തെങ്കിലും ആകട്ടെ, ഒരു 250 കിലോ ഒക്കെ കാണുമായിരിക്കുമല്ലോ അല്ലേ? 250 കിലോ ഉള്ള ഒരു കാളയെ ബലിയർപ്പിക്കാനായിട്ട് ഒരാൾ സമർപ്പിച്ചു. അതിൻ്റെ ബലിയർപ്പണമൊക്കെ കഴിഞ്ഞ് ആ 250 കിലോ എന്നാ കാണിക്കാൻ പറ്റും? അവർ ചെയ്യുന്നത് 1-2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതിൽ ഒരു 20 കിലോ ഈ ബലിയർപ്പിക്കുന്ന ആൾക്ക് ഒരു പോർഷൻ കൊടുക്കും, ഡോണേഴ്സ് പോർഷൻ. ഇത് ബലിയർപ്പിക്കാനായിട്ട് കൊടുത്ത ആൾക്ക് അതിൻ്റെ ഒരു ഭാഗം കൊടുക്കും. ഇനി ഈ ബലിക്ക് ശുശ്രൂഷ കൊടുക്കുന്ന പുരോഹിതൻ, അവിടുത്തെ ആ അമ്പലത്തിൻ്റെ സ്വാമി, അദ്ദേഹത്തിന് എത്ര കിലോ കൊടുക്കും ചോദിച്ചാൽ 10 കിലോ കൊടുക്കും. ചുമ്മാ വെച്ചോ, 10-15 കൊടുത്തോട്ടെ, 10 കിലോ കൊടുത്തു. അപ്പോൾ എത്ര കിലോ ചിലവായി? 30 കിലോ ചിലവായി. ഇനി എത്ര കിലോ ബാക്കിയുണ്ട്? 220 കിലോ ബാക്കിയുണ്ട്. ഈ 220 കിലോ എന്ത് കാണിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഒന്ന്, ഈ അമ്പലത്തിനോട് അനുബന്ധിച്ച് ഭക്ഷണശാലകളുണ്ട്. അവിടെ ഇവർ തന്നെ പ്രിപ്പയർ ചെയ്ത് ആൾക്കാർക്ക് വരുന്നവർക്കൊക്കെ കൊടുക്കും. ഒരുപാട് പേര് ടൂറിസ്റ്റുകളായിട്ടും അല്ലാതെയും ഒക്കെ വരുന്ന ആൾക്കാർക്ക്, പാവങ്ങളായിട്ടുള്ളവരൊക്കെ ഉണ്ട്, അവർക്കെല്ലാവർക്കും കൊടുക്കും. അതാണ് 1-ാമത് ചെയ്യുന്നൊരു രീതി. 2-ാമത് നമ്മൾ കണ്ടിരുന്നു, ഈ അമ്പലത്തിൻ്റെ അപ്പുറത്ത് ചന്ത, അഗോറ എന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചില്ല, നീണ്ടു കിടക്കുന്നൊരു സ്ഥലം. അവിടെ മാർക്കറ്റുണ്ട്, ഇറച്ചി മാർക്കറ്റ്, മീൻ മാർക്കറ്റ്, അത് പച്ചക്കറി മാർക്കറ്റൊക്കെ പോലെ. അവിടെ ഇവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഫ്രീ ആയിട്ട് കിട്ടിയ മീറ്റാണല്ലോ, അവിടെ ആൾക്കാർ ഒരു നിശ്ചിത വില കൊടുത്ത് കുറഞ്ഞ വിലയിൽ ഈ മാംസം വിൽക്കും. മറ്റേ കടയിൽ പോത്തിന് 400 രൂപയാണെങ്കിൽ ഇവിടെ 250 രൂപ, 200 രൂപ അല്ലെങ്കിൽ 180 രൂപ കൊടുത്താൽ മതി. കാരണം അവർക്ക് അത്രയും മതി. കാരണം അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടിയത്, അല്ലെങ്കിൽ കുറച്ച് വില കൊടുത്ത് മാത്രം അവർ മേടിച്ചതാണ്. നമുക്കിത് മേടിക്കാവോ കഴിക്കാവോ എന്നൊക്കെയുള്ളതാണ് ചോദ്യം. അത് ചോദിക്കാൻ കാരണം ഇത്രയേ ഉള്ളൂ. കോറിന്തിലെ മനുഷ്യർ ഒരുപാട് പേര് പാവപ്പെട്ട മനുഷ്യരായിരുന്നു. അപ്പോൾ അവർക്ക് ഈ വലിയ വില കൊടുത്ത് മാംസമൊക്കെ മേടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര എളുപ്പമില്ല. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും എവിടെ പോയി മേടിക്കും? കുറഞ്ഞ വിലയുള്ള സ്ഥലത്ത് പോയി മേടിക്കും.
രണ്ടാമത്തെ പ്രശ്നം, ഒരുപാട് പേര് പാവങ്ങളുള്ളത് കൊണ്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുന്ന ഭക്ഷണശാലകളിൽ പോകും. അത് അമ്പലത്തോടനുബന്ധിച്ചായി പോയി എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളപ്പം ഇവർക്ക് ഈ ഭക്ഷണം കഴിക്കാവോ ഇല്ലയോ എന്നുള്ളതായിരുന്നു അന്നത്തെ കാലത്തെ ചോദ്യം. ഇന്നത്തെ കാലത്തോട്ട് വരുമ്പോൾ നിങ്ങളെല്ലാവരും ചോദിക്കും, ഈ നമ്മുടെ അവിടുത്തെ എന്ത് പായസമാണ്, അരവണ പായസമൊക്കെ കഴിക്കാവോ എന്ന് ചോദിക്കും. അത് നമുക്ക് അടുത്ത ലെവലിലോട്ട് വരുമ്പോൾ പറയാം. ഇപ്പം ഇവിടുത്തെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. ഇങ്ങനെ ചോദ്യം ഇതാണ്, ഇങ്ങനെ അവിടെ നിന്ന് മേടിച്ച് കഴിക്കുന്ന ഈ ഭക്ഷണം നമുക്ക് കഴിക്കാവോ ഇല്ലയോ? നിങ്ങളുടെ അഭിപ്രായമുണ്ട്, ഞാൻ തീർച്ചയായിട്ടും കേൾക്കാം. എന്ത് പറയുന്നേ? കഴിക്കാവോ ഇല്ലയോ? പൗലോസ്ലിഹ എന്ത് പറയുന്നത് നമുക്ക് കേൾക്കാം. സാഹചര്യം മനസ്സിലായോ എല്ലാവർക്കും? എന്താണ് സാഹചര്യം? പൗലോസ്ലിഹയുടെ ഉത്തരത്തിലേക്ക് നമുക്ക് കാണാം. നമുക്ക് വായിക്കാം. 8-ാമത്തെ അധ്യായത്തിന്റെ 1 തുടങ്ങി 13 വരെയുള്ള വചനങ്ങൾ വായിക്കാം. 1 തുടങ്ങി 13 വരെ. ഓക്കെ, സാഹചര്യം മനസ്സിലായിട്ടുണ്ടാവും. പൗലോസ്ലിഹായുടെ ഉത്തരവും ഏതാണ്ടൊന്ന് ബോധ്യമായി കാണും എന്ന് കരുതുകയാണ്. കോറിന്തിലെ ഈ സാഹചര്യത്തിൽ ഈ ഭക്ഷണത്തിൻ്റെ വിളമ്പലിൻ്റെ വേദിയിലേക്ക് പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്നും വില കുറച്ച് ഇത് മേടിക്കാൻ പറ്റുമോ? പൗലോസ്ലിഹായുടെ ഒന്നാമത്തെ ഉത്തരം ഇതാണ്: ദൈവം ഒന്നേയുള്ളൂ, നിലനിൽക്കുന്ന ദൈവം ഒന്നേയുള്ളൂ. അതാണ് ഒന്നാമത്തെ ആർഗ്യുമെന്റ്. നമ്മളിപ്പോൾ വായിച്ചു ഇല്ലേ? വായിച്ചില്ലേ? എല്ലാം സൃഷ്ടിച്ച ഒരുവൻ മാത്രം. ഏത് വചനത്തിലാണ് നമ്മളിത് കാണുന്നത്? 8-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വചനത്തിൽ നാം വായിക്കുകയാണ്, നമുക്ക് ഒരു ദൈവമേ ഉള്ളൂ, ആരാണോ സർവവും സൃഷ്ടിച്ചത്. അതാണ് അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ഉത്തരം. നമുക്ക് ഒരു ദൈവമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ വേറെ ദൈവങ്ങളുണ്ടോ? ഇല്ല, ഒരു ദൈവമേ ഉള്ളൂ, ഏക ദൈവം. ആ ദൈവത്തിന്റെ പ്രത്യേകത എന്താ?
സർവവും സൃഷ്ടിച്ചവൻ, പിന്നെ പിതാവ്, രക്ഷകൻ, നിലനിൽക്കുന്ന ഏക ദൈവമേ ഉള്ളൂ. ഒരൊറ്റ ദൈവമേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം എന്താ? മറ്റ് ദൈവങ്ങളുണ്ടെന്നാണോ? മറ്റ് ദൈവങ്ങളില്ലെന്നാണോ? ബാക്കിയെല്ലാം സൃഷ്ടികളാണ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇതാണ്, നമ്മളുടെ വിശ്വാസത്തിൽ, നമ്മൾ മറ്റാരുടെയും വിശ്വാസത്തെ അധിക്ഷേപിക്കാനോ മോശമാക്കാനോ ഒന്നുമല്ല കേട്ടോ. നമ്മുടെ ഉറച്ച വിശ്വാസം, നമ്മുടെ ബോധ്യം എന്ന് പറയുന്നത് ഏക ദൈവമേ ഉള്ളൂ. നമ്മളൊക്കെ മറ്റ് മതവിശ്വാസങ്ങൾ ഉള്ള ഒരു പ്രദേശത്ത്, സമൂഹത്തിൽ താമസിക്കുന്നു. എന്നിരുന്നാലും നമ്മുടെ ഉറച്ച ബോധ്യം എന്താ? നമ്മുടെ ഉറച്ച ബോധ്യം എന്താ? ഏക ദൈവമേ ഉള്ളൂ, ഇല്ലേ? അതുകൊണ്ടാണ് നമ്മളുടെ ഗോഡിനെ നമ്മൾ ജി ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതുന്നത്, ഇല്ലേ? ഗോഡ് എന്ന് എഴുതുന്നത്. എന്നിട്ട് നമ്മൾ വരയിട്ടിട്ട് എഴുതും ഗോഡ് ദ ഓൾ മൈറ്റി, സർവശക്തനായ ദൈവം. അങ്ങനെ ഒരു ദൈവത്തെ നമ്മൾ മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത്, ഇല്ലേ? ഇനി മറ്റ് മതവിശ്വാസങ്ങളിൽ ഉള്ള ദൈവങ്ങളെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അവരുടെ കാഴ്ചപ്പാടിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ദൈവങ്ങൾ ഉണ്ട്. നമ്മളതിനെ ബഹുമാനിക്കുന്നുണ്ട്, ഇല്ലെന്നല്ല, നമ്മൾ ആദരവ് കൊടുക്കുന്നുണ്ട്. വി റെസ്പെക്റ്റ്. നമ്മൾ പക്ഷെ അതിനെ ആരാധിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ ആരാധിക്കുന്നത് സർവശക്തനായ ദൈവത്തെയാണ്. അത് ഏക ദൈവമാണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. അത് നമ്മൾ അനുഭവിച്ച് മനസ്സിലാക്കിയതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ എല്ലാവരോടും പങ്കുവയ്ക്കുന്നുണ്ട്. ആരെയും മുറിപ്പെടുത്താനല്ല, മറ്റാരുടെയും വിശ്വാസത്തെ തകർക്കാനല്ല. നമ്മൾ അനുഭവിച്ചതും മനസ്സിലാക്കിയതും നമ്മൾ വിശ്വസിക്കുന്നതുമായിട്ട് നമ്മുടെ ബോധ്യമാണ്, ഇല്ലേ? അതുകൊണ്ട് മറ്റ് ദൈവങ്ങളെ നമ്മൾ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? ചെറിയ അക്ഷരത്തിൽ നമ്മൾ എഴുതും, ഇല്ലേ? ഗോഡ്സ്. മറ്റുള്ളവരൊക്കെ അത്തരത്തിലുള്ള അവരുടെ ജീവിതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് അവരെങ്ങനെ കരുതുന്നു എന്ന് ഉള്ളതിനെക്കുറിച്ച് നമ്മൾ നോക്കുന്നില്ല. നമ്മളതിനെ മാനിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ വന്നിരിക്കുന്ന ഒരു ദൈവവിശ്വാസം, അവരുടേതായിട്ടുള്ളൊരു ദൈവവിശ്വാസമുണ്ട്. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്ന സർവശക്തനായ ദൈവം, അങ്ങനെയെങ്കിൽ വേറെ ദൈവം ഉണ്ടോ? വേറെ സർവശക്തനായ ദൈവം ഉണ്ടോ? ഇല്ല. ഏക ദൈവമേ ഉള്ളൂ. അപ്പം അതാണ് ഞാൻ പറയാനുള്ളത്. ദർ ഈസ് ഓൺലി വൺ ഗോഡ്. ദർ ഈസ് ഓൺലി വൺ ഗോഡ്. ഇതിന്റെ ലോജിക്ക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ദർ ഈസ് ഓൺലി വൺ ഗോഡ്. അങ്ങനെ ഉണ്ടെങ്കിൽ വേറെ ദൈവം ഉണ്ടോ? ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ സർവശക്തനായ ദൈവം ഒന്നേ ഉള്ളൂ. സർവശക്തനായ ദൈവം ഒന്നേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ വീണ്ടും പൗലോസ്ലീഹ രണ്ടാമത്തെ പറയുന്നത് വിഗ്രഹങ്ങൾ എന്നൊന്നില്ല. വിഗ്രഹങ്ങൾ എന്നൊന്നില്ല. അതായത് വിഗ്രഹങ്ങൾ എന്ന് പറയുന്നത്, മറ്റ് ദൈവങ്ങൾ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള സർവശക്തിയായ ദൈവത്തിൻ്റെ പോലെയുള്ള മറ്റുള്ളതുണ്ടോ? ഇല്ല. ഇവിടെ പൗലോസ്ലീഹ പറയാൻ ഉദ്ദേശിക്കുന്നത് ഏക ദൈവമേ ഉള്ളൂ. ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് എന്ത് ഭക്ഷണവും കഴിക്കാം. അതുകൊണ്ട് തൊട്ടടുത്ത് വരുന്ന ഒരു വചനം കൂടി ഒന്ന് ശ്രദ്ധിക്കാവോ? അതുകൊണ്ട് ഇപ്പം നാളെ പോയിച്ചിട്ട് എല്ലാവരും പോയി ഭക്ഷണം കഴിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. പറയാം, അങ്ങോട്ട് വരുന്നുണ്ട്. ഇതാദ്യം കേൾക്കുമ്പോഴേ ചാടി പോയേക്കല്ലേ, എന്നാൽ ഇപ്പം തന്നെ ശരിയാക്കാം. അടുത്ത ഒരു വചനം കൂടെ നോക്കാവോ? വചനം അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എടുക്കാം. 8-ാമത്തെ വചനം. ഭക്ഷണം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുകയില്ല. ഭക്ഷിക്കാതിരിക്കുന്നത് കൊണ്ട് നമ്മൾ കൂടുതൽ അയോഗ്യരോ ഭക്ഷിക്കുന്നത് കൊണ്ട് നമ്മൾ കൂടുതൽ യോഗ്യരോ ആകുന്നുമില്ല. ഈ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണേ. നമുക്ക് ഏക ദൈവമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ വിഗ്രഹത്തിന് അർപ്പിച്ചതെന്നോ അപ്പുറത്ത് അർപ്പിച്ചതിനെ കുറിച്ച് നമ്മളെ ബാധിക്കുകയില്ല. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രശ്നവും ഇല്ല. കാരണം എന്താ? ഏക ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസമുള്ള ആൾക്കാർക്ക്
മറ്റ് ദൈവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊന്നുമേ ഒരു പ്രശ്നമല്ല. അതേസമയം ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് അവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, ആദരിക്കുന്നുണ്ട്, അവരെ ബഹുമാനിക്കുന്നുണ്ട്. അവരവരുടെ ജീവിതത്തിൻ്റെ വഴികളിലൂടെ കണ്ടെത്തിയ അവരുടെ ഒരു ദൈവം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ നമുക്ക് ഉറച്ച ബോധ്യവും വിശ്വാസവും നമ്മുടെ ഈ ദൈവത്തിലുണ്ട്. അങ്ങനെയെങ്കിൽ ഏത് ഭക്ഷണവും കഴിക്കാം. അതാണ് ഒന്നാമത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. തീർന്നിട്ടില്ല കേട്ടോ, വഴി ഒന്നേ ആയിട്ടുള്ളൂ. ഇപ്പം നമ്മൾ പറയും കഴിക്കാം, കാരണം ഒരു ദൈവമേ ഉള്ളൂ, നമുക്ക് ഏത് ഭക്ഷണവും കഴിക്കാം, അതിന് യാതൊരു തടസ്സവും ഇല്ല. കാരണം ഭക്ഷണം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുകയോ അകറ്റുകയോ ചെയ്യുന്ന ഏത് ഭക്ഷണവും കഴിക്കാം. ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഏതും നമുക്ക് കഴിക്കാം. പക്ഷെ വേറെ നിയമങ്ങളുണ്ട്, നിയമങ്ങൾ വേറെ വഴിക്ക് വരും, ഞാനത് പറയാം. ഇനി രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചുകൂടെ ഇവിടെ പൗലോസ്ലീഹ പറയുന്നുണ്ട്. ഞാൻ അല്ലെങ്കിൽ ഒരു കഥ പറയാം. ഒരിടത്ത് ഒരു തോമാ ചേട്ടനുണ്ടായിരുന്നു. തോമാ ചേട്ടൻ പാവ ഒരു മനുഷ്യനായിരുന്നു. തോമാ ചേട്ടൻ ഇതുപോലെ ഒരു ഞായറാഴ്ച ചന്തയിൽ വില കുറച്ച് വിൽക്കുന്ന ഒരു 2 കിലോ പോത്ത് മേടിച്ചുകൊണ്ട് വന്നു. മറിയാമ്മ ചേട്ടത്തി നല്ല പെരളനായിട്ടൊക്കെ നല്ല സൂപ്പറായിട്ട് തേങ്ങാക്കൊത്തുമൊക്കെ ഇട്ട് അങ്ങ് വെച്ചു. തോമാ ചേട്ടനും മറിയാമ്മ ചേട്ടത്തെയും കൂടെ ഉച്ചയ്ക്ക് അത് കഴിക്കണം എന്നൊക്കെ ആഗ്രഹത്തോടു കൂടെ നല്ല കാച്ചിയും മോരൊക്കെ ഉണ്ട്. അതെല്ലാം കൂടെ കൂട്ടി കാബേജ് തോരനും വെച്ചിട്ടുണ്ട്, വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു, അത് ഇച്ചിരി മെഴുക്കുവരട്ടിയും വെച്ചിട്ടുണ്ട്. അത് കൂട്ടി കഴിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് അങ്ങനെ ഇരിക്കുക. അങ്ങനെ അവർ കഴിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ട് അവരുടെ വീടിൻ്റെ അപ്പുറത്തുള്ള ഒരു വിശ്വാസിയൊക്കെ ആയ മനുഷ്യൻ, തരക്കേടില്ല, കുഴപ്പമില്ലാത്ത സാമ്പത്തിക ചുറ്റുപാടൊക്കെ ഉണ്ട്. ആ ചേട്ടൻ്റെ പേര് നമുക്ക് എന്നാ കൊടുക്കാം? ലൂക്കാ ചേട്ടൻ എന്ന് കൊടുക്കാം, ഇല്ലേ? ലൂക്കാ ചേട്ടൻ ഇവരുടെ വീട്ടിലോട്ട് വന്നു. ലൂക്കാ ചേട്ടൻ വീട്ടിലോട്ട് വന്നപ്പം മറിയാമ്മ ചേട്ടത്തി അടുക്കളയിൽ ആ അവസാനത്തെ കടുക് പൊട്ടിക്കൽ ശുശ്രൂഷ, ആ ഉള്ളി ഇളക്കൽ ശുശ്രൂഷയിലാക്കുക. അപ്പം എന്നാ വരും? സ്വാഭാവികമായിട്ടും നല്ല മണം വരും. ഉടനെ ലൂക്കാ ചേട്ടൻ ചോദിച്ചു, തോമാ ചേട്ടോ ഇന്ന് നല്ല ഉച്ചയ്ക്ക് അപ്പോൾ ഉടനെ പറഞ്ഞു, ഉച്ചയ്ക്കുണ്ട്, നമുക്ക് ചോറുണ്ണാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ തീരുമാനിക്കുക. അന്നേരം ചോദിച്ചു, എവിടെ നിന്ന് മേടിച്ചു പോത്ത്? അപ്പോൾ ഉടനെ തോമാ ചേട്ടൻ പറഞ്ഞു, അത് ഞാൻ ആ ചന്തയിൽ നമ്മുടെ ഇന്നയാളുടെ കടയിൽ അവിടെ ഇച്ചിരി വിലക്കുറവാണെങ്കിൽ ഉണ്ട്, അവിടെ നിന്ന് മേടിച്ചാ. ഉടനെ ലൂക്കാ ചേട്ടൻ, അയ്യോ, അത് ആ അമ്പലത്തിൽ അർപ്പിച്ചതിൻ്റെ ബാക്കി അവർ വില കുറച്ച് വിൽക്കുന്നതല്ലേ, അത് മേടിക്കാവോ കഴിക്കാവോ? അയ്യോ, അത് അങ്ങനെ വിഗ്രഹത്തിന് അർപ്പിച്ചതല്ലേ, അതൊക്കെ നമ്മൾ കഴിച്ചാൽ മോശമല്ലേ? തോമാ ചേട്ടനും മറിയാമ്മ ചേട്ടത്തിക്കും ഇത് കഴിക്കാവോ ഇല്ലയോ? എന്തോ? പൗലോസ്ലീഹ പറഞ്ഞ് കഴിക്കാൻ പറ്റത്തില്ല, കാരണം ലൂക്കാ ചേട്ടന് ഉതപ്പുണ്ടാകും. നോക്കിക്കേ, വായിച്ചു നോക്കിക്കേ, അടുത്ത വചനം ഒന്ന് നോക്കിക്കേ. അതിന് തൊട്ട് മുന്നിൽ നമുക്ക് വചനം വായിക്കേണ്ടത് 7-ാമത്തെ വചനത്തിലേക്ക് നമുക്കൊന്ന് വരാം. എങ്കിലും ഈ അറിവ് എല്ലാവർക്കുമില്ല. ഏതറിവ്? ദൈവം ഒന്നേ ഉള്ളൂ എന്നുള്ള അറിവ് ആർക്കില്ല പൂർണ്ണമായിട്ടും? ലൂക്കാ ചേട്ടൻ ഇപ്പോൾ ഇല്ല. ഇനി വായിക്കേ. ഇതുവരെ വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിച്ച ചിലർ ഭക്ഷിക്കുന്നത് വിഗ്രഹാരാധകരുടെ മനോഭാവത്തോടെയാണ്. അവരുടെ മനസാക്ഷി ദുർബലമാകിയാൽ അത് മലിനമായി തീരുന്നു. അതിന് താഴേക്ക് നമുക്ക് വരാം. എന്തെന്നാൽ അറിവുള്ളവനായ നീ വിഗ്രഹാലയത്തിൽ ഭക്ഷണത്തിനിരിക്കുന്നതായി ദുർബല മനസാക്ഷിയുള്ള ഒരുവൻ കണ്ടാൽ വിഗ്രഹങ്ങൾ കർപ്പിച്ച ഭക്ഷണ സാധനം കഴിക്കാൻ അത് അവന് പ്രോത്സാഹനമാകുകയില്ലേ? അല്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല, അവിടെ വില കുറച്ച് കിട്ടുന്നുണ്ട്, ഞാൻ അവിടെ പോയി കഴിക്കുക, അത് കാണുന്ന വേറൊരാളെ സംബന്ധിച്ച് ഉതപ്പുണ്ടാകുന്നുണ്ടെങ്കിലോ? ഞാനിതൊരു ചിത്രത്തിലൂടെ കാണിക്കാം. ഇതാണ് നമ്മുടെ തോമാ ചേട്ടൻ, ഇപ്പുറത്തേത് ലൂക്കാ ചേട്ടൻ. അത് അവിടുന്ന് വില കുറച്ച് മേടിച്ചതാണ്, അല്ലെങ്കിൽ അവിടെ ഇരുന്ന് കഴിക്കുന്നതാണ്, എന്ത് ആയിക്കൊള്ളട്ടെ, അമ്പലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ ലൂക്കാ ചേട്ടന് വലിയ ഉതപ്പുണ്ടായപ്പം അത് കഴിക്കാൻ പറ്റുമോ? അയാളുടെ ദുർബല മനസാക്ഷിയെ കരുതി സ്നേഹമുള്ളവനായ നീ അയാളുടെ അറിവ് കുറവിനെ മാനിച്ചുകൊണ്ട് അത് വേണ്ട എന്ന് വയ്ക്കണം. അതാണ് ഒന്നാമത്തെ മറ്റൊരു കാര്യം. മനസ്സിലായോ? ആദ്യം അറിവുള്ളവനായ നിനക്ക് ഏത് ഭക്ഷണവും കഴിക്കാം, കാരണം നിന്നെ ഭക്ഷണ ദൈവത്തിൽ നിന്ന് അകറ്റുന്നില്ല. അത് കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് നീ കൂടുതൽ യോഗ്യനോ കുറവുള്ളവനോ ഒന്നും ആകുന്നില്ല. ഏത് ഭക്ഷണവും കഴിക്കാൻ, ബിക്കോസ് ദർ ഈസ് ഓൺലി വൺ ഗോഡ്. നിനക്ക് 100% ഉറപ്പുണ്ടോ എങ്കിൽ. ഇനി രണ്ടാമത്തേതാണ് നമ്മൾ പറഞ്ഞത്,
ഇത് നിന്റെ കൂട്ടുകാരന് ഒതുപ്പ് വരുന്നുണ്ടെങ്കിൽ കഴിക്കാവോ? കഴിക്കാൻ പാടില്ല. അവൻ്റെ ദുർബല മനസാക്ഷിയെ പ്രതി കഴിക്കാൻ പാടില്ല. ഇനി നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. പെട്ടെന്ന് അവനെ മാറ്റാനായിട്ട് പറ്റുകയില്ല, അതുകൊണ്ടാണ്, എളുപ്പമില്ല. അവരുടെ ദുർബല മനസാക്ഷിയെ കരുതിയാ നമുക്ക് ചെയ്യേണ്ടതൊരു കാറ്റഗിസമൊക്കെ നമ്മൾ പിന്നീട് വരുന്നുണ്ട്. അപ്പൊ 2 കാര്യങ്ങളായി ഇല്ലേ? ഒന്നാമത്തേത് 100% ഉറപ്പുണ്ടെങ്കിൽ കഴിക്കാം. 2, ദുർബല മനസാക്ഷിക്കാരനെ പ്രതി കഴിക്കരുത്. ശരിക്കും എനിക്ക് കഴിക്കാനായിട്ട് അവകാശമുണ്ടോ ഇല്ലയോ? ഇപ്പോൾ ഉണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ അവസാനം പൗലോസ്ലീഹ വീണ്ടും പറഞ്ഞു വയ്ക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. എൻ്റെ സഹോദരന് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരിക്കലും മാംസം ഭക്ഷിക്കുകയില്ല. എനിക്കിത് കഴിക്കാം, പക്ഷേ ഞാനത് വേണ്ടെന്ന് വെച്ചു എന്നുള്ളതാണ് പൗലോസ്ലീഹ പറയുന്നത്. അന്നത്തെ സാഹചര്യത്തിൽ ഏത് ഭക്ഷണവും കഴിക്കാം. എന്തോ ഞാനിപ്പോൾ ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചാണ് ഞാൻ ഈ വെയിറ്റ് ചെയ്യുന്നത്. ഔവ 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 അതുകൊണ്ടാണ് നമ്മളെല്ലാവരും എത്രയോ സ്ഥലങ്ങളിൽ ടൂറ് പോയിട്ടുണ്ട്, ഓരോ സ്ഥലങ്ങളിൽ യാത്ര പോകുന്നുണ്ട്. പോയി കയറി കഴിക്കുന്ന ഹോട്ടലുകൾ ഇതൊന്നും നമ്മൾ അറിഞ്ഞിട്ടല്ല. നമ്മൾ ഇതൊന്നും അറിഞ്ഞിട്ടോ ചിന്തിച്ചിട്ടോ ചോദിച്ചിട്ടോ പറഞ്ഞിട്ടോ ഒന്നുമല്ല നമ്മൾ കഴിക്കുന്നത്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും അത് കഴിക്കും. നമുക്കതിനെക്കുറിച്ചൊരു ചിന്തയൊന്നുമില്ല, ഇല്ലേ? ഇപ്പോഴാണ് പിന്നെ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട്, കാരണം തുപ്പൽ അതിൻ്റെ അകത്ത് കൂടുതലുണ്ട് എന്നുള്ളത് കൊണ്ട് വേണ്ടെന്നൊക്കെ വെച്ച് നമ്മൾ പോകാതിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ അടുത്ത കാലം വരെ നമുക്ക് അതിൻ്റെ വലിയ പ്രശ്നമില്ലായിരുന്നു. എന്തായാലും ഈ അടുത്ത കാലത്ത് കുറേ വീഡിയോകളൊക്കെ വന്നുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനത്തെ വല്ല സാഹചര്യം ഉണ്ടോ, തുപ്പലാൽ ഹോട്ടലിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ട്. എന്തോ ആവട്ടെ, നമ്മൾ അങ്ങനെ ഒരു ചിന്ത നമുക്കില്ല. പക്ഷേ ഇനി നമുക്ക് കോൺക്രീറ്റ് ആയിട്ടുള്ള കേസിലോട്ട് വരാം. നമ്മുടെ സ്കൂളുകളിലൊക്കെ ടീച്ചർമാർ വലിയ പ്രശ്നം എപ്പോഴും പറയും. അവിടെ ഒരുപക്ഷെ ഹിന്ദു ടീച്ചർമാരൊക്കെ ഉണ്ടാവും. അവർ കൊണ്ടുവന്ന് ഈ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് മലയ്ക്ക് പോയിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആഘോഷത്തിൻ്റെ സമയത്തോ നല്ല ചെമന്ന കളറുള്ള നല്ല മധുരമുള്ള ഈ അരവണപ്പായസം പോലുള്ള സംഗതികൾ കൊണ്ടുവരും. കഴിക്കാവോ ഇല്ലയോ? ആകെ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എന്നാ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് ഭക്ഷണവും നമുക്ക് കഴിക്കാമെന്നുള്ള ഒരു അടിസ്ഥാനത്തിലും നമുക്ക് ഏതും കഴിക്കാമായിരുന്നു. പക്ഷെ നമ്മുടെ കൂടെയുള്ള ഒരുപാട് പേർക്ക് ഉതപ്പ് ഉള്ളവരുണ്ട്. കാരണം ഈ 100% അറിവിൻ്റെയും ബോധ്യത്തിൻ്റെയും കുറവുള്ളവരുണ്ട്. അതുകൊണ്ട് നമ്മൾ സാധാരണഗതിയിൽ വേണ്ട എന്ന് വയ്ക്കും. അപ്പോൾ എല്ലാവരും ചോദിക്കും, അയ്യോ ഞാനിങ്ങനെ അത് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോമതി ടീച്ചറിന് വലിയ വിഷമം ആവത്തില്ലേ? ഗോമതി ടീച്ചറാണെങ്കിൽ പൊതിഞ്ഞ് കെട്ടി കൊണ്ടുവന്നതല്ലേ? ഉടനെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യണം? പ്രായോഗിക ബുദ്ധിമുട്ടാണ്. സത്യത്തിൽ പ്രായോഗിക ബുദ്ധിമുട്ട് കൊണ്ടാണ് നമുക്ക് പലതരത്തിൽ അതിനെ അപ്രോച്ച് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നത്. കുരിശ് വരച്ച് വിശദീകരിച്ച് വേണമെങ്കിൽ അത് ചെയ്യാം. 2 ഫാസ്റ്റിംഗ് ആണെന്ന് പറയാം. അല്ലെങ്കിൽ ഞാനിപ്പോൾ തന്നേരം ഞാൻ പിന്നെ കഴിച്ചോളാം എന്നൊക്കെ പറയാം, അവരെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്ക് പറയാം, ഞങ്ങളുടെ ഒരു പ്രബോധനം അനുസരിച്ച് അങ്ങനെ കഴിക്കാനായിട്ട് ഉള്ള ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് പറയാം. പലതരത്തിലാകട്ടോ, അത് യുക്തം പോലെ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഞാൻ കൃത്യ ഒരു ഉത്തരവൊന്നും പറയത്തില്ല ഇതിന് വേണ്ടിയിട്ട്. പ്രായോഗികപരമായിട്ടുള്ള പല സാഹചര്യങ്ങളുണ്ട്. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മളിത് ഈ വഴികളൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചു എങ്കിലും നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇന്നലെ വായിച്ച ഒരു വചനഭാഗമുണ്ട്. അപ്പസ്തോല പ്രവർത്തനത്തിൽ നമ്മൾ വായിച്ച ഒരു കാര്യം 15-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത്, യാക്കോബിൻ്റെ ഉപദേശത്തിൻ്റെ അവസാന ഭാഗത്ത് ഒരു സൂനഹദോസിൻ്റെ ഒരു തീരുമാനം നിങ്ങൾ കാണും. സൂനഹദോസിൻ്റെ ഒരു തീരുമാനം എന്തായിരുന്നു? വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണം കഴിക്കണ്ട എന്നുള്ളൊരു തീരുമാനം എവിടെ ഉണ്ടായിരുന്നു? സൂനഹദോസിൽ. എന്തോ 29-ാമത്തെ 20-ാമത്തെ വചനത്തിലുമുണ്ട്. യാക്കോബ് ശ്ലീഹ പറയുന്നതായിട്ട്, എന്നാൽ അവർ വിഗ്രഹാരാധനയെ സംബന്ധിക്കുന്ന മാലിന്യത്തിൽ നിന്നും വ്യഭിചാരത്തിൽ നിന്നും കഴുത്ത് ഞെരിച്ച് കൊല്ലപ്പെട്ടവയിൽ നിന്നും രക്തത്തിൽ നിന്നും അകന്നിരിക്കാൻ അവർക്ക് എഴുതണം. അതവരുടെ ഒരു തീരുമാനമായിട്ട് വരുന്നതാണ്. അങ്ങനെ അതിൽ നിന്നും മാറി നിൽക്കാം എന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ടായിരുന്നു. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിന്നും നമുക്ക് മാറി നിൽക്കാം എന്നുള്ളൊരു ചിന്ത ആദ്യകാലം തുടങ്ങി.
ഉണ്ടായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് കഴിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിക്കാം, കാരണം 100% അറിവുണ്ടെങ്കിൽ കഴിക്കാം, ഉതപ്പ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ കഴിക്കാതിരിക്കാം. എങ്കിലും അന്നത്തെ കാലത്തിൻ്റെ ഒരു തീരുമാനം അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ വേണ്ട എന്ന് വെക്കുന്നു എന്നുള്ളതാണ്. വേണ്ട എന്ന് വെക്കുന്നത് അവരോടുള്ള അനിഷ്ടം കൊണ്ടോ മറ്റൊന്നുമല്ല, നമ്മൾ വേണ്ട എന്ന് വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത്തരത്തിലുള്ള ഒരു ഉതപ്പ് നമുക്കോ മറ്റാർക്കും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത് ഞാനതുകൊണ്ട് വേണ്ട എന്ന് വെച്ചു. ഈ 1 കൊരിന്തോസിൻ്റെ പിന്നീട് വരുന്ന ഭാഗത്തും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. 10-ാമത്തെ അധ്യായത്തിലും ഇതുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ പൗലോസ്ലീഹ പറയുന്നുണ്ട്. ആകയാൽ പ്രിയപ്പെട്ടവരെ വിഗ്രഹ ആരാധനയിൽ നിന്നും ഓടി അകലുവിൻ. വിവേകമതികളോടെന്ന പോലെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നിങ്ങളെ തന്നെ വിധിക്കുവിൻ. 10-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, വിഗ്രഹാരാധനയിൽ നിന്നും ഓടി അകലുവിൻ. അതിന് വേറെ സാഹചര്യങ്ങളുണ്ട്. അതായത് മറ്റ് ദൈവങ്ങളുടെ അടുക്കലേക്ക് ആൾക്കാർ പോകുന്നത് അത് ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. വീണ്ടും 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണും 18-19 വിഗ്രഹത്തിന് സമർപ്പിച്ച ആഹാര പദാർത്ഥമോ വിഗ്രഹം തന്നെയോ എന്തെങ്കിലും ആണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല. വിജാതിയർ ബലിയർപ്പിക്കുന്നത് പിശാചിനാണ്, ദൈവത്തിനല്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പിശാചുകളുടെ പങ്കാളികളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ പിശാചുകളുടെ പങ്കാളികളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരേ സമയം കർത്താവിൻ്റെ പാനപാത്രവും പിശാചുകളുടെ പാനപാത്രവും കുടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. കർത്താവിൻ്റെ മേശയിലും പിശാചുകളുടെ മേശയിലും ഭാഗഭാഗുകളാകാനും സാധിക്കുകയില്ല. ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറച്ചുകൂടെ വേറൊരു തീവ്രമായിട്ടുള്ള അർത്ഥത്തിലും കൂടിയാണ്. നമ്മുടെ പള്ളിയിൽ വരികയും കുർബാന അർപ്പിക്കുകയും വിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിക്കുകയും ചെയ്യുന്നയാൾ പിറ്റേ ദിവസം അമ്പലത്തിൽ പോയി പൂണൂലിട്ട് അവിടെ ചെല്ലുകയും അവിടുത്തെ ബലി അർപ്പിക്കുകയും വെടിവഴിപാട് 14 എണ്ണം കഴിക്കുകയും ചെയ്യുന്നത് ശരിയല്ല എന്നാണ് പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം. കാരണം നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമല്ല. അപ്പം അങ്ങനെയെങ്കിൽ നമ്മൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, മറ്റേതിന് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഈ ദിവസങ്ങളിൽ വലിയ ചർച്ചാ വിഷയമായ ഒരു കാര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു ആംഗ്ലിക്കൻ വൈദികൻ 41 ദിവസം നോമ്പ് നോറ്റ് ശബരിമലയ്ക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞ്. അദ്ദേഹം ആംഗ്ലിക്കൻ വൈദികനാണോ എന്ന് അറിയത്തില്ല, ഫേക്കാണെന്നാണ് പറഞ്ഞ് കേൾക്കുന്നത്. അവസാന ദിവസങ്ങളിൽ കേൾക്കുന്നുണ്ട് ഫേക്കാണ് എന്നുള്ളതിനെക്കുറിച്ച്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പേരിട്ടിരിക്കുകയാണ് ഫാദർ മനോജ്. എന്തു ആയിക്കൊള്ളട്ടെ, അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഒന്നിൻ്റെയും ഭാഗമല്ല എന്നും കൂടെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇത്ര മാത്രമേ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ളൂ. പൗലോസ്ലീഹ പഠിപ്പിക്കുന്ന പ്രധാനമായിട്ടുള്ള കാര്യങ്ങളും കൂടിയാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഒന്നാമത് പറയാണ്, ഏക ദൈവമേ ഉള്ളൂ, വിഗ്രഹങ്ങൾ എന്നൊന്നില്ല. അതായത് മറ്റ് ദൈവങ്ങളെക്കുറിച്ചല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്, നമ്മുടെ ഏക ദൈവത്തിലാണ് വിശ്വസിക്കേണ്ടത്. നമുക്ക് ഏത് ഭക്ഷണവും കഴിക്കാം. അതുകൊണ്ടാണല്ലോ നമ്മൾ ഏത് ഹോട്ടലിലൊക്കെ പോകുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഏത് ഭക്ഷണവും നമ്മൾ കഴിക്കാം. പക്ഷേ ആർക്കെങ്കിലും ഇങ്ങനെ ഈ അമ്പലത്തിൽ നേതിച്ചതുമായിട്ട് അല്ലെങ്കിൽ മറ്റ് വിഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭക്ഷണമാണ് എന്ന് തോന്നുന്നെങ്കിൽ വിശ്വാസത്തിൽ വളർന്നു വരുന്ന ഒരാൾക്ക് ഉതപ്പുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനത്തെ സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നു. 1. 2, എനിക്ക് കഴിക്കാനായിട്ട് എല്ലാ തരത്തിലും അവകാശമുണ്ട്. ഏത് ഭക്ഷണവും കഴിക്കാൻ എനിക്ക് അനുവാദം ഉണ്ടെങ്കിലും ഞാൻ വേണ്ട എന്ന് വെക്കുന്നു. 3, ജെറുസലേം കൗൺസിലിൻ്റെ തീരുമാനപ്രകാരം ഇത്തരത്തിൽ വിഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അർപ്പിക്കപ്പെടുന്ന ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കാനായിട്ടുള്ള ഒരു തീരുമാനമുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു തീരുമാനത്തിന് വിധേയമായിട്ട് ഞാൻ വേണ്ട എന്ന് വയ്ക്കുന്നു. അത്രയും കാര്യങ്ങളാണ്. സാറിന് എന്തോ ചോദിക്കാനായിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. എന്തോ ആ ഔവ ഔവ ആ ആ ഔവ ഔവ ആ ഔവ അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ വിവേകത്തോടു കൂടി അങ്ങനത്തെ സാഹചര്യങ്ങളിൽ പങ്കുവയ്ക്കുക എന്നുള്ളത്. നമുക്ക് അവരെ മുറിപ്പെടുത്തണമെന്നോ വേദനിപ്പിക്കണമെന്നോ താല്പര്യമൊന്നുമില്ല. നിന്റെ ഭക്ഷണം പിശാചിൻ്റെ ഭക്ഷണം ഞാൻ കഴിക്കത്തില്ല, അങ്ങനെ
ഒന്നും പറയണ്ട, നമ്മൾ അവരെ അങ്ങനെ വേദനിപ്പിക്കുകയും വേണ്ട. അവർ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് വന്നതാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരൻ രതീഷ്, എൻ്റെ വീടിന് മുകളിലുള്ള പയ്യനാണ്, അവൻ മലയ്ക്ക് പോകുമ്പോൾ ഞാനും പോകും. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് കുറേ അവലും മലരും സംഗതികളും ഒക്കെ കിട്ടും. കൊച്ചായിരുന്നപ്പോൾ ഞാൻ എപ്പോഴും പോകുമായിരുന്നു. അപ്പം നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ, അവർ പോകുന്നു, അവരവിടെ പലഹാരം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഈ അവലും മലരും ഒക്കെ വെക്കുന്ന ശർക്കരയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ പോയി. അന്നൊന്നും നമുക്കൊരിക്കലും അങ്ങനെ ഒരു ചിന്തയില്ലല്ലോ. നമ്മൾ കൂട്ടുകാരായതുകൊണ്ട് തിരിച്ചു പോരുമ്പോൾ കുറച്ചുണ്ടെങ്കിൽ വീട്ടിൻ്റെ തൊട്ട് മുകളിലുള്ള കൊക്കോയില 2-3 കൊക്കോയിലയൊക്കെ പറിച്ച് മടക്കി ഇങ്ങനെ ഇതാക്കി അതിൻ്റെ അകത്തിട്ട് ഞാൻ കൊണ്ടുവരും. പിന്നെ പോരുമ്പം കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യാമെന്നൊക്കെ ഓർത്ത് കൊണ്ടുവരുന്നതാണ്. ഒരിക്കൽ പോലും അങ്ങനെ ഒരു ചിന്തയും ഇല്ലായിരുന്നു. ഒരിക്കൽ പോലും വിഗ്രഹത്തിന് അർപ്പിച്ചതാണെന്നുള്ള ചിന്തയുമില്ല. പിന്നെ അല്പം കൂടെ അറിവ് വന്നപ്പോൾ മനസ്സിലാക്കിയപ്പോൾ പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും അത് വേണ്ട എന്ന് വെക്കുകയാണ്. നമുക്ക് 100% അറിവൊക്കെ ഉണ്ടാവാം, അങ്ങനെ കഴിക്കുന്നതിന് ഞാൻ പറഞ്ഞില്ല, നമ്മൾ അങ്ങനെ അറിവുള്ളത് കൊണ്ടാണല്ലോ പുറത്ത് പോകുമ്പോൾ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അത് പക്ഷേ ഇങ്ങനെ കോൺക്രീറ്റ് ആയിട്ട് വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങൾ നമുക്ക് വേണ്ട എന്ന് ഒന്നുകിൽ അവരോട് വളരെ കോൺക്രീറ്റ് ആയിട്ട് തന്നെ, അയ്യോ സന്തോഷം കേട്ടോ കൊണ്ടുവന്നതിൽ, നമുക്ക് അങ്ങനെ കഴിക്കാനായിട്ടുള്ള അത് ഓരോരുത്തരുടെയും ഓരോ പ്രായോഗികപരമായിട്ടുള്ള കാര്യങ്ങളനുസരിച്ച് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് അതിൻ്റേതായ ഡെലിക്കസി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല, അതത്ര എളുപ്പമില്ല. സാവകാശം നമുക്കതിനെ മാറ്റിയെടുക്കാനായിട്ടൊക്കെ പറ്റും. പിന്നെ അവരാരും ഒരിക്കലും ഇപ്പം അവരൊരു വീട്ടുകാരെ അമ്പലത്തിൽ ചെയ്തായിരിക്കില്ല, എന്തെങ്കിലും ഒരു ആഘോഷം വന്നു ഹിന്ദുക്കൾ, അപ്പം നമ്മുടെ കൂട്ടുകാരൻ്റെ വീടാണ്, അവരവരുടെ വീട്ടിൽ കയറി താമസത്തിൻ്റെ ഭാഗമായിട്ടൊരു പായസം വെച്ചു, അത് കഴിക്കാമെന്ന് ചോദിച്ചാൽ കഴിക്കാം, നമ്മളെല്ലാവരും പോയി കഴിക്കും. നമ്മൾ പറഞ്ഞത് വിഗ്രഹ ആരാധനയുമായിട്ട്, അല്ലെങ്കിൽ അവരുടെ അമ്പലത്തിൽ നേദിച്ചത് പൂജകളൊക്കെ അർപ്പിച്ച് അങ്ങനെയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മുടെ കൂട്ടുകാരൻ കയറി താമസം വിളിച്ചു, നമ്മൾ പോയി ചോറ് കൊണ്ട് പായസം കഴിക്കൂല്ലേ? കഴിക്കുകയല്ലേ? എല്ലാവരും കഴിക്കുമെന്നാണ് കരുതുന്നത്. എന്തോ അവ അവ ഉണ്ട്. പക്ഷെ നമ്മളാരും അങ്ങനെ ഉദ്ദേശിച്ച് അതിൻ്റെ ഒരു പൂജയുടെ ഭാഗമായിട്ടുള്ള ഭക്ഷണം, അത് ചിലപ്പോൾ കേറ്ററിംഗുകാരായിരിക്കും കൊണ്ടുതരുന്നത്. നമ്മൾ ബാക്കിയൊക്കെ ഭക്ഷണമൊക്കെ ഇപ്പോൾ കേറ്ററിംഗുകാരൊക്കെ കൊണ്ടുതരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാധാരണഗതിയിൽ കഴിക്കും. അതൊന്നും നമ്മൾ പൂജയുടെ ഭാഗമായിട്ടൊന്നും കരുതുന്നില്ല. തീർച്ചയായിട്ടും അവർക്ക് അവരുടേതായ പൂജകളും ചടങ്ങുകളും ഒക്കെ ഉണ്ട്. എന്തായാലും എന്തിൻ്റെ സന്ദേശം മനസ്സിലായോ എന്താണ്? ഇത്രയും നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടതുള്ളൂ. ഇങ്ങനെ ഒരു ചോദ്യം വന്നപ്പോൾ പൗലോസ്ലീഹ പറഞ്ഞു, ഒന്ന്, എനിക്ക് 100% അറിവ് ഉണ്ടായിരിക്കണം എന്തിനെക്കുറിച്ചാണ്? ഏക ദൈവമേ ഉള്ളൂ, വിഗ്രഹങ്ങളൊന്നുമില്ല. അതുകൊണ്ട് മറ്റുള്ളവർ എന്ത് ബലിയർപ്പിച്ചാലും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ചിലപ്പോൾ ഞാനൊരു സംഭവം കൂടി പറയാം. ചിലർ പറയും, അയ്യോ എനിക്കിട്ട് അവൻ കൂടോത്രം വെച്ചു, എനിക്കത് ഏറ്റു, അവൻ മുട്ടത്തോടിൻ്റെ അകത്ത് കോഴിത്തല വെച്ചിട്ട എൻ്റെ പറമ്പിൻ്റെ ഇങ്ങേ കോണി കൊണ്ടേ കുഴിച്ചിട്ടു, വലിയ ക്ഷീണവും സങ്കടവും രോഗവും ആദ്യ. പിന്നെ എപ്പോഴാണ് ഇദ്ദേഹത്തിന് ഇത് മാനസികമായിട്ട് ബാധിച്ചത് എന്നൊന്ന് നമ്മൾ ചിന്തിക്കണം. എൻ്റെ ദൈവത്തെക്കാട്ടിലും ശക്തി ആ മുട്ടത്തോടിനും അതിനുള്ളിലെ കോഴിത്തലയ്ക്കും ഉണ്ട് എന്ന് ചിന്തിച്ചതിന് ശേഷമാണ്. ഇനി അതേസമയം നമ്മൾ ചിന്തിക്കുകയാണ്, ഒന്നുമില്ല, അവനത് ചെയ്തോട്ടെ, അവനവൻ്റെ ആഭിചാരത്തിൻ്റെ ഭാഗമായി ചെയ്തതാ, ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അതിനെ ബന്ധിക്കുകയും പൂർണ്ണമായ ശക്തിയോടുകൂടെ അതിനെതിരെ നിൽക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദൈവമാണോ വലുത്? അതാണോ വലുത്? പലപ്പോഴും ഒക്കെ നമ്മൾ വീണു പോകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സത്യമായിട്ടും നമ്മളൊക്കെ മനസ്സ് വളരെ ഡെലിക്കേറ്റാണ്. സത്യമായിട്ടും അല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, നമുക്കൊക്കെ പേടിയും സങ്കടവും ഒക്കെ വിഷമവും ഒക്കെ ഉണ്ടാവും, മാനസികമായിട്ട് പ്രയാസം ഉണ്ടാവും. എപ്പോഴാണോ നമ്മൾ ഉറച്ച ബോധ്യത്തോടെ നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണെന്നും എല്ലാ തരത്തിലുമുള്ള പൈശാചിക ശക്തികളെ തകർക്കാൻ കഴിവുള്ളവനുമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നത്, അപ്പം മാത്രമേ ഇത്തരത്തിലുള്ളതിനെതിരെ നിൽക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ടല്ലേ പറഞ്ഞത്, പൗലോസ്ലീഹ പോലും പിന്നീട് പലപ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾ സർവ്വ ആയുധങ്ങളും ധരിക്കണം, ആത്മീയതയുടെ സർവ്വ ആയുധങ്ങളും ധരിക്കണം. അങ്ങനെയാണ് ബാക്കിയുള്ള ശക്തികളെ ഇല്ലാതാക്കാനായിട്ട് വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് പെട്ടുപോകും. പലരുമൊക്കെ പലതരത്തിലുള്ള രോഗങ്ങൾക്ക് കാരണമായിട്ട് വരുന്നത് പോലും, അയ്യോ മുട്ടത്തോട് കുഴി, എന്തുമാത്രം പ്രശ്നങ്ങളാണ് കോഴിത്തലയും മുട്ടത്തോടും. പിന്നെയുണ്ട്, ചിലപ്പോൾ കുഴിച്ച് വന്നപ്പോഴായിരിക്കും ഏലസ് കണ്ടെത്തിയത്, അല്ലെങ്കിൽ ഇത് കണ്ടെത്തി, തകിട് കണ്ടെത്തി, ദൈവമേ പിന്നെ ഉറക്കവും ഇല്ല. അതൊക്കെ അതിൻ്റെ അനുബന്ധ സാഹചര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ഉറച്ച് തമ്പുരാനെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലേ, തീർച്ചയായിട്ടും പൈശാചിക ശക്തികളും ബന്ധനങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ, ഇല്ലെന്നല്ല, അതുണ്ട്. പക്ഷെ നമുക്ക് ധൈര്യത്തോടു കൂടി നിൽക്കാൻ സാധിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് എൻ്റെ കൂടെയുണ്ട്, എൻ്റെ സർവശക്തനായ ദൈവത്തിൽ ആശ്രയിച്ച് നിന്നാൽ എനിക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. നമ്മൾ വചനത്തിൽ വായിക്കുന്നില്ലേ, പൗലോസ്ലീഹ
റോമാക്കാർക്ക് എഴുതുന്ന ലേഖനത്തിൽ എനിക്ക് തോന്നുന്നു 8-ാമത്തെ അധ്യായത്തിൻ്റെ 13-ലാണെന്ന് തോന്നുന്നു. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആരെതിരെ നിൽക്കും ചോദിക്കുന്ന ഒരു വചനം. 17-ലാണ് കർത്താവ് എൻ്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ ആരെനിക്കെതിരെ നിൽക്കും എന്നുള്ളൊരു വചനം ഭാഗം. എന്തോ 8:31 കേട്ടോ, 8:31. ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിരെ നിൽക്കും? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുറച്ച ബോധ്യമുണ്ടെങ്കിൽ ആരും നമുക്കെതിരെ നിൽക്കില്ല. ആരും എതിരെ വന്നാലും തകർക്കാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് അതാ ശക്തമായിട്ടുള്ളൊരു വചനം. ഇഫ് ഗോഡ് ഈസ് വിത്ത് us, who can be against us? ആർക്കാണ് നമുക്ക് എതിരെ നിൽക്കാൻ പറ്റുക? ഒരുപാട് പേര് എതിർപ്പൊക്കെ ഉണ്ടാവും, പക്ഷെ ദൈവം നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഭയപ്പെടണോ? വേണ്ട. ആ ഒരു ബോധ്യമായിരിക്കണം നമുക്കുണ്ടാകണം. നമുക്ക് ആ ബോധ്യത്തിന്റെ കുറവ് കൊണ്ടാണ് പലപ്പോഴും ഒക്കെ വിഷമങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ വളരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ തന്നെ പറയുന്നത്, തീർച്ചയായിട്ടും അത് വേണം സിസ്റ്റർ, അല്ലാതെ യാതൊരു നിർവാഹവും ഇല്ല. പിന്നെ ശത്രുക്കളെ എതിർത്ത് നിന്നോളും, ഒന്നും ചെയ്യാനില്ല. പിന്നെ തീർച്ചയായിട്ടും നമുക്ക് തീർച്ചയായിട്ടും സാർ കൈവശമൊക്കെ ഉണ്ട്, ഒരുപാട് പേര് ചെയ്യുന്നുമുണ്ട്. പക്ഷെ നമ്മൾ കൈവശം ചെയ്യുകയരുത്. അവൻ ചെയ്തെന്ന് ഓർത്തുകൊണ്ട് തിരിച്ച് നമ്മൾ 3 മുട്ട മേടിച്ച് വെച്ചിട്ട് അതിൻ്റെ അകത്ത് 3 കോഴിത്തലയോ കോഴിക്കാലോ വെക്കേണ്ടതുമില്ല. അത് നമ്മുടെ പരിപാടിയല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയുള്ള ബന്ധനങ്ങളിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ പല കാര്യങ്ങൾ ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ ചുരുക്കം ചില കാര്യങ്ങൾ പറയാം. ഒന്ന്, നമുക്ക് അങ്ങനെ തടസ്സമുണ്ട് എന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ പള്ളിയിൽ നിന്നും വെഞ്ചരിച്ചു കൊണ്ടുവന്ന ഹന്നാൻ വെള്ളം കൊണ്ട് തളിച്ച്, ചിലപ്പോൾ നമ്മുടെ പറമ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് ചിന്തിക്കുക. ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്, ചുരുക്കം പറമ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് ചിന്തിക്കുക. പറമ്പ് കിളച്ച് വന്നപ്പോൾ ഏലസ് കണ്ടെത്തി, അല്ലെങ്കിൽ മുട്ടത്തോടെ കോഴിത്തല കണ്ടെത്തി, എന്തും ആയിക്കൊള്ളട്ടെ, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നമ്മൾ പള്ളിയിൽ നിന്നും വെഞ്ചരിച്ചു കൊണ്ടുവന്ന ഹന്നാൻ വെള്ളം കൊണ്ട് നമ്മുടെ പറമ്പിൻ്റെ എല്ലാ കോണുകളും വെഞ്ചരിക്കാനായിട്ട് മനസ്സാകുന്നെങ്കിൽ, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പറമ്പിൽ കുരിശടയാളം കൊണ്ട് മുദ്രിതമാക്കാൻ സാധിച്ചുവെങ്കിൽ യാതൊരുവിധ ശക്തികൾക്കും നമ്മെ തോൽപ്പിക്കാൻ പറ്റില്ല. നമ്മൾ പ്രായോഗികമായിട്ടുള്ള ചില കാര്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നിലനിൽക്കുന്ന ഒരു ശക്തമായിട്ടുള്ള ബന്ധം നമുക്കുണ്ട് എങ്കിൽ, തമ്പുരാനുള്ള ഒരു ബോധ്യമുണ്ട് എങ്കിൽ, കുരിശടയാളം കൊണ്ട് എല്ലാ പൈശാചിക ശക്തി. എന്തുകൊണ്ടാണ് ഈ പിശാച് കുരിശടയാളം കാണുമ്പോൾ ഓടിപ്പോകുന്നത്? അവന് പേടിയാണ്. കുരിശിൻ്റെ ശക്തിയാണ്, ദ പവർ ഓഫ് ദ ക്രോസ്. വിശുദ്ധ കൃത്യത്തിൽ ധാരാളം ഇടത്ത് നമ്മുടെ കുരിശിൻ്റെ ശക്തിയെക്കുറിച്ച് കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ കർത്താവിൻ്റെ കുരിശ് കൊണ്ട്, കർത്താവിൻ്റെ കുരിശടയാളം കൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള പൈശാചിക ശക്തികളെ തോൽപ്പിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമുക്ക് വേണ്ട ഉറച്ച ബോധ്യവും ഇത് തന്നെയാണ്. ഒരുപാട് പേര് കൈവശം ചെയ്യുന്നവർ മറ്റൊക്കെ ഉണ്ട്, അവരുടെ ആഭിചാരക്രിയകളുടെ ഭാഗമാണ് അത്. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളവർ ചിലരൊക്കെ ചെയ്യുന്നവരുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ഒരിക്കൽ വീട് വിസിറ്റിന് പോയപ്പം 2 ചേട്ടനും അനിയനും തമ്മിൽ അപ്പുറത്ത് കോളനിയിലാണ്, അപ്പുറത്തും ഇപ്പുറത്ത് 2 പേരും കൂടെയാണ്. അവർ തമ്മിൽ അവരുടെ ആ കയറുന്ന അതിൻ്റെ അവിടെ കുറേ കല്ല് വെച്ചിരിക്കുക. എന്നോട് പറയുകയാണ്, അവിടെ ക്രിയ നടത്തിയിരിക്കുക, അതിലേ കിടക്കണ്ട, അച്ഛൻ പോകണമെന്നുണ്ടെങ്കിൽ ഇതിലേ ഇറങ്ങിയിട്ട് അപ്പുറത്തോടെ കയറിക്കോളാം, ഇതിലേ അങ്ങോട്ട് ചാടി കിടന്നാൽ മതി അപ്പുറത്തെ വീട്ടിലോട്ട്. അപ്പോൾ അവർ തമ്മിലുള്ള ആഭിചാരങ്ങൾ ചെയ്ത് നമ്മുടെ ഇടയിൽ പോലും ഉണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ടത്, തമ്പുരാനിലുള്ള ആശ്രയം അത് വെച്ചുകൊണ്ട് പോയാൽ ഒരു കൈവശം വെക്കുകയില്ല. ഇനി ഇതെനിക്ക് ഏറ്റവും എന്നെങ്ങാനും ചിന്തിച്ചു പോയാൽ പിന്നെ തീർന്ന കഥ. ആ മാനസിക വേദന കയറി വരാനായിട്ട് നാളുകൾ എടുക്കും. അപ്പം അതുകൊണ്ട് അത് നമ്മളെ ബാധിക്കാനായിട്ട് ഒരിക്കലും പാടില്ല. തോബീതിൻ്റെ പുസ്തകത്തിലെ പിശാചിനെ ഓടിക്കാനുള്ള വഴികളെക്കുറിച്ച് പറയുന്ന സമയം, അത് അന്നത്തെ കാലത്ത് ചെയ്തുകൊണ്ടിരുന്ന ചില മാർഗങ്ങളിൽ നിന്ന് മാത്രമേ ഉള്ളൂ. അവരുടേതായിട്ടുള്ള നമുക്കതിനെ അങ്ങനത്തെ അന്നത്തെ സാഹചര്യത്തിൽ ചെയ്തിരുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നതേ ഉള്ളൂ. ഓരോ രീതികളാണല്ലോ. നമ്മളാണെങ്കിലും നമ്മൾ പറയാറുണ്ട്, വീട്ടിലെ ധൂപിക്കുക. ചില വീടുകളിലൊക്കെ ധൂപിക്കാറുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ പള്ളിയിൽ അച്ഛനോട് പറഞ്ഞ് പിന്നീട് നമ്മൾ പ്രാർത്ഥിച്ച് ഈ നമ്മുടെ കുന്തിരിക്കം വെഞ്ചിരിച്ച് കൊണ്ടുവരും. കുന്തിരിക്കം വെഞ്ചരിച്ച് കൊണ്ടുവന്ന് നമ്മൾ വീടുകളിൽ, ചുരുക്കം ചില വീടുകളൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ. ഈ വിഷമമൊക്കെ ഉള്ള വീടുകളിൽ അവർ ഈ
മൺപാത്രം കിട്ടുമല്ലോ, അതിൻ്റെ അകത്ത് ചിരട്ട കരിച്ച് ഇട്ട് അതിൽ ഈ വെഞ്ചരിച്ചു കൊണ്ടുവന്ന് കുന്തിരിക് വിട്ട് ധൂപിക്കാറുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഒരു വിശ്വാസം എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അങ്ങനെ വരുന്നത് വഴിയായിട്ട് കർത്താവിൻ്റെ പ്രഭ ഈ കുടുംബത്തിൽ നിൽക്കും. അതൊക്കെ ഓരോ മാർഗങ്ങളാണ് കേട്ടോ. അതായത് ഇത്തരത്തിലുള്ള ബന്ധങ്ങളിൽ നിന്ന് മാറാനുള്ള നമ്മുടെ വിശ്വാസം, അതിൻ്റെ ചില ക്രിയകളെന്ന് മാത്രമേ ഉള്ളൂ. ചില കാര്യങ്ങൾ അത് നമ്മളെ കൂടുതൽ ഒരു ബോധ്യത്തിലേക്ക് തമ്പുരാൻ്റെ കൃപ ഇവിടെ ഉണ്ട് എന്നുള്ളൊരു ചിന്തയിലേക്കൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്തായാലും നമുക്ക് നമ്മുടെ പൗലോസിലോട്ട് പോകാം. ഇനി വിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് 1 കൊറിന്തോസിൻ്റെ 11-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. വിശുദ്ധ കുർബാനയുടെ സാഹചര്യത്തിൽ വഴക്കുണ്ടായിരുന്നു, ഭിന്നതയുണ്ടായിരുന്നു. 1 കൊറിന്തോസ് 11-ാമത്തെ അധ്യായം, 1 കൊറിന്തോസിൻ്റെ 11-ാമത്തെ അധ്യായം 17 തുടങ്ങിയുള്ള വചനങ്ങൾ. 1 കൊറിന്തോസ് 11-ന്റെ 17 വായിക്കാം നമുക്കൊന്ന്. 1 കൊറിന്തോസ് 11-17 തുടങ്ങി കേട്ടോ. ഇനി നമുക്ക് കഥ പറയാം. കഥ ഇതാണ്. ആദിമസഭയിൽ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുമായിരുന്നു എല്ലാ വൈകുന്നേരങ്ങളിലും. നമ്മൾ അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 2:42 വായിക്കത്തില്ലേ? ആദിമസഭയിൽ എന്തുണ്ടായിരുന്നു? പ്രബോധനം, അപ്പം മുറിക്കൽ, കൂട്ടായ്മ, പ്രാർത്ഥന. 4 കാര്യങ്ങളാണ്. അപ്പസ്തോല പ്രവർത്തനം 2:42. സ്ലീഹന്മാരുടെ പ്രബോധനം, അപ്പം മുറിക്കൽ, കൂട്ടായ്മ, പ്രാർത്ഥന. പ്രബോധനം അത് ടീച്ചിങ് ആണ്, പല കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കും. അപ്പം മുറിക്കൽ വിശുദ്ധ കുർബാനയാണ്. പ്രാർത്ഥന അവരുടെ പല സ്തുതിപ്പുകളാണ്. കൂട്ടായ്മ എന്ന് പറയുന്നത്, കൂട്ടായ്മയുടെ ഒരു അടയാളം അത് സ്നേഹവിരുന്നാണ്. സ്നേഹവിരുന്ന, ഒരുമിച്ച് ഭക്ഷിക്കുന്ന ഒരു രീതി. അവരുടെ ഇടയിൽ പണ്ടുകാലത്തുണ്ടായിരുന്ന ഒരു രീതി ഇതായിരുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയിട്ട്, പ്രാർത്ഥനയ്ക്കും പ്രബോധനത്തിനും വേണ്ടിയിട്ട് വരുമ്പോൾ ഇവരുടെ കൂട്ടായ്മയുടെ ഭാഗമായി ആദ്യം ഇവരെ ഒരുമിച്ച് ഭക്ഷിക്കും. അവർ കൊണ്ടുവരുന്ന ഭക്ഷണങ്ങൾ എല്ലാവരും അവരവരുടെ വീടുകളിൽ നിന്നും അവർക്ക് സാധിക്കുന്നത് പോലെ ചെറിയ പൊതികളുമായിട്ടാണ്. നമ്മൾ പള്ളി തിരുനാളിന് ചിലപ്പോൾ കള്ളപ്പം ചുട്ടുകൊണ്ട് എല്ലാ വീട്ടിൽ നിന്നും ഒക്കെ വരികയല്ലേ, അതുപോലെ അവരവരുടെ വീട്ടിലുള്ള ഭക്ഷണങ്ങൾ കൊണ്ടുവരുന്നു. പാവപ്പെട്ടവർ ചിലപ്പം കാച്ചിൽ പുഴുങ്ങിയിട്ടാവും, അല്ലെങ്കിൽ ചേമ്പ് പുഴുങ്ങിയിട്ടാവും, അല്ലെങ്കിൽ ചെണ്ടക്കപ്പയായിരിക്കും. അതേസമയം വലിയ വീട്ടുകാർ ചിലപ്പോൾ പാസ്തയായിരിക്കും, പിസ്സ ആയിരിക്കും, അങ്ങനെയൊക്കെ കൊണ്ടുവരും. ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ചിലർക്കൊന്നും കൊണ്ടുവരാനായിട്ട് കാണുകയില്ല. അപ്പോൾ അവർ വരുന്ന വഴിക്ക് കുറച്ച് ചാമ്പങ്ങ പറിച്ചുകൊണ്ട് വരുമായിരിക്കും, എന്തെങ്കിലും ആവട്ടെ. അങ്ങനെ വരുമ്പോൾ എല്ലാവരും കൊണ്ടുവരിക, അങ്ങനെ ഒരുമിച്ച് എല്ലാവരോടും ഷെയർ ചെയ്യുക, ഒരു മേശയിൽ ഇങ്ങനെ വെക്കും, അവരെല്ലാവരോട് പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്നേഹവിരുന്നിൻ്റെ ഒരു രീതി. അന്നത്തെ കാലത്ത് അവരുടെ ഇടയിൽ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യകാലത്ത് എല്ലാവരും ഒരുമിച്ച് 4:30-ക്കും 5 മണിക്കും ഒക്കെ വരുമായിരുന്നു. പാവങ്ങൾ പണിയൊക്കെ കഴിഞ്ഞ് 5:15 വരും. 5:30 ആകുമ്പോഴേക്കും ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ഭക്ഷിക്കും. അത് അവരുടെ ഒരു രീതി. കൊണ്ടുവരുന്നതെല്ലാം കൂടെ മേശ നിരത്തി എല്ലാവരും മറ്റുള്ളവരുടെ ഭക്ഷണങ്ങളൊക്കെ പങ്കുവെച്ച് അങ്ങനെ അങ്ങ് കഴിക്കും. അതിനുശേഷമാണ് പിന്നീട് പ്രബോധനവും വിശുദ്ധ കുർബാനയും സ്തുതിപ്പും എല്ലാം ഉള്ളത്. ആദ്യകാലത്ത് കുഴപ്പമില്ലാതൊക്കെ ഈ കോറിന്തിലെ സഭയിൽ പോയി. പക്ഷെ ഇച്ചിരൂടെ കഴിഞ്ഞപ്പോൾ എന്നാ പറ്റിയെന്ന് ചോദിച്ചാൽ,
പണിക്കാർ വളരെ താമസിച്ചാണ് പണി കഴിഞ്ഞ് വരുന്നത്. മിക്കവാറും പണി കഴിഞ്ഞ് വരുമ്പോൾ അവർക്കൊന്നും തന്നെ കൊണ്ടുവരാനായിട്ട് ഇല്ല. ഒരുപാട് കാശുള്ളവരെ അവരുടെ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് വെച്ചിട്ട് വരുമ്പം അവരുടെ പൊതി കൊണ്ടുവരും. അവരുടെ പൊതി അവർ 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ വരും. ഇവരെന്നെ കാണിച്ചു, 4:30 ആകുമ്പോഴേക്കും അവർ കൊണ്ടുവന്ന പൊതി അവർ തന്നെ കഴിച്ചു. 5:15, 5:30 ആയപ്പോഴേക്കും പാവങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്ത് സംഭവിച്ചു? ഒന്നുമില്ല. ഇവരാണെങ്കിലോ ഒന്നും കൊണ്ടുവന്നില്ല. ഇവരുടെ പാവം ചിന്ത മിക്കവാറും ഇതായിരിക്കും. അവർ കാലത്തെ കുറച്ച് അടയൊക്കെ ചൂട്ട് പൊതിഞ്ഞ് കെട്ടി കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം അടയൊക്കെ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ചിലപ്പോൾ അതും കൊണ്ടുവരാനായിട്ടുണ്ടാവില്ല. അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറേ പേര് തങ്ങൾ കൊണ്ടുവന്ന ഭക്ഷണം നേരത്തെ തന്നെ കഴിച്ച് ഏമ്പക്കമൊക്കെ വിട്ട് നടക്കുന്നു. വേറെ കുറച്ച് പേര് ഭക്ഷണമൊന്നുമില്ലാതെ വിശന്നും കഴിയുന്നു. അങ്ങനെ സഭയിൽ പണക്കാരും പാവപ്പെട്ടവരും തമ്മിൽ ഭിന്നതയുണ്ടായി. അതാണ് ഭിന്നതയുടെ മറ്റൊരു കാരണം. കൃത്യമായിട്ട് വചനത്തിൽ പറയുന്നുണ്ട്. ഈ ചിത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ഒന്നുകൂടെ വായിച്ചു നോക്കിക്കേ. ഇനി ഞാൻ പറയാൻ നല്ല കാര്യം കാണുമ്പം സാധാരണ പൗലോസ്ലീഹ എല്ലാവരെയും പ്രശംസിക്കും. കൊള്ളാം, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പല ലേഖനങ്ങളിലും നമുക്ക് കാണാൻ പറ്റും നല്ലതുപോലെ എല്ലാവരെയും ഒക്കെ പ്രശംസിക്കുന്നതായിട്ട്. പക്ഷേ ഈ ലേഖന ഭാഗത്ത് ഈ ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പൗലോസ്ലീഹ പറയുകയാണ്, ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളെ പ്രശംസിക്കത്തില്ല. അതിന് കാരണം മറ്റൊന്നുമല്ല, നിങ്ങളുടെ ഇടയിൽ ഭിന്നതയാണ്. അതുകൊണ്ടാണ്. അതിൻ്റെ സാഹചര്യം പൗലോസ്ലീഹ പറയുകയാണ്. നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ഒരു സഭയായിട്ടല്ല സമ്മേളിക്കുന്നത്. നിങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ എല്ലാവരും വീട്ടിൽ നിന്നും ഇതുപോലെ പല ഭക്ഷണങ്ങൾ കൊണ്ടുവരുമായിരുന്നു. ചിലർ ചിക്കൻ നല്ല ഡിഷുകൾ ഉണ്ടാക്കി കൊണ്ടുവരും, കുറച്ച് പേര് ചോറ് കൊണ്ടുവരും, കുറച്ച് പേര് മറ്റു സാലഡ്സ് കൊണ്ടുവരും, കുറച്ച് പേര് ചെറിയ വെജിറ്റബിൾസ് കൊണ്ടുവരും. അങ്ങനെ പല സംഗതികളൊക്കെ കൊണ്ടുവരുന്നു. ഇതായിരുന്നു അവർ കൊണ്ടുവന്നിരുന്ന വിരുന്ന്. അങ്ങനെയുള്ള വിരുന്ന് എല്ലാവരും കൂടി പങ്കുവെച്ച് കഴിക്കുന്ന ശൈലിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ എന്നാ പറ്റി? പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങൾ സഭയായിട്ട് ഒരുമിച്ച് വന്നുകൊണ്ടിരുന്ന സമയത്ത് ഇതെല്ലാം കൊണ്ടുവരുമായിരുന്നു. പക്ഷേ ഇപ്പം നിങ്ങൾ അങ്ങനെയൊന്നുമല്ല. ഇപ്പം എന്താ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ മുന്നേ കഴിച്ചെന്നാണ് ഇവിടെ പറഞ്ഞതില്ലേ. നിങ്ങൾ മുന്നേ ഭക്ഷണം കഴിച്ചു, അവർ കാത്തിരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. എന്നിട്ട് പൗലോസ്ലീഹ പറയും, നിങ്ങളിൽ വഴക്കുകൾ ഉണ്ടാകുക ആവശ്യമാണ്. വഴക്കുകൾ ഉണ്ടാകുന്ന ആവശ്യമാണ്, ഭിന്നിപ്പുകൾ ഉണ്ടാകുന്ന ആവശ്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അന്നേരം അറിയാവുന്നത് നല്ല കൊച്ചേതാ ചീത്ത കൊച്ചേതാണ്. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും പ്രശ്നത്തിലേക്ക് നമുക്ക് വരാം. പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങളിൽ ചിലര് എന്നാ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ, ആദ്യം ഭക്ഷണം കൊണ്ടുവന്ന ആൾക്കാർ, ഈ ആൾക്കാരാണ് ആദ്യം വന്നത്. പൗലോസ്ലീഹ പറയുകയാണ്, അവരവരുടെ ഭക്ഷണം അവർ കഴിക്കുന്നു, മുന്നേ തന്നെ കഴിക്കുന്നു. അവർ കൊണ്ടുവന്നായിരുന്നു, കുറേ കൊണ്ടുവന്നായിരുന്നു. ഓരോരുത്തരും അവരവരുടെ ഭക്ഷണം ഇരുന്ന് കഴിക്കുക. അതാ പ്രശ്നം. കൃത്യമായിട്ട് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ഇതാ പ്രശ്നമെന്ന്. ഇനി പൗലോസ്ലീഹ പറയുകയാണ്, അത് കഴിഞ്ഞപ്പോൾ എന്നെ സംഭവിച്ചു? ഇതാ സംഭവിച്ചത്. ഒരുവൻ ഉന്മത്തനായും മറ്റൊരുവൻ വിശന്നും ഇരിക്കുന്നു. നമ്മുടെ ആദിമസഭയിലെ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഉണ്ടായ അവസ്ഥയായത്. ശരിയല്ലേ? അതുകൊണ്ട് പൗലോസ്ലീഹ പറയുകയാണ്, ഇനിയിപ്പോൾ അങ്ങനെ പാടില്ല. അതുകൊണ്ട് പൗലോസ്ലീഹ ഒരു വഴക്ക് പറയുമ്പോൾ ഇങ്ങനെയാണ് ചോദിക്കുന്നത്, തിന്നാനും കുടിക്കാനും നിങ്ങൾക്ക് വീടുകളില്ലേ? നേരത്തെ വന്നിട്ട് തിന്നാൻ വേണ്ടിയിട്ടായിരുന്നെങ്കിൽ വീട്ടിൽ ഇരുന്നിട്ട് തിന്നേച്ചിട്ട് പോന്നാൽ പോരായിരുന്നോ സാറേ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ വന്നേച്ചിട്ട് ബാക്കിയുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാനും മറ്റുള്ളവനെ കരയിപ്പിക്കാനും വേണ്ടിയിട്ട് ഓരോ പരിപാടിയായിട്ട് ഇങ്ങോട്ട് വന്നേക്കും. അതുകൊണ്ട് വരുന്നുണ്ട് എങ്കിൽ എല്ലാവർക്കും കൊടുക്കാനും പങ്കുവെക്കാനും ഒരുമിച്ച് കഴിക്കാനും ഒക്കെ മനസ്സുണ്ടെങ്കിൽ വന്നാൽ മതി. തിന്നാനും കുടിക്കാനും ആയിരുന്നെങ്കിൽ വീട്ടിലിരുന്ന് കഴിച്ചേച്ചിട്ട് പോന്നാൽ പോരായിരുന്നോ എന്നാണ് ചോദിച്ചത്. വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങൾ ഈ ചെയ്യുന്നത് വഴിയായിട്ട് കർത്താവിൻ്റെ സഭയെ നിങ്ങൾ പുച്ഛിക്കുകയാണ്.
നിങ്ങൾ ഈ ചെയ്യുന്ന പരിപാടി ശരിക്കും കർത്താവിൻ്റെ സഭയെ പുച്ഛിക്കുന്നതാണ്. അങ്ങനെ ബഹുമാനം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നോ? ഇല്ല. വീണ്ടും പറയുകയാണ്, നിങ്ങൾ പാവങ്ങളെ കളിയാക്കുക. നിങ്ങളെല്ലാം കൂടെ ഭക്ഷണം കഴിച്ച് വയറും വീർത്ത് ഏമ്പക്കവും വിട്ടേച്ചിട്ട് വരുമ്പം പാപം അവനാണെങ്കിൽ ഒന്നുമില്ലാതെ വിഷമിച്ച് നിൽക്കുക, അവനാണെങ്കിൽ വിഷമി നിൽക്കുക, മറ്റുള്ളവരെല്ലാവരും കൂടെ കുടിച്ചുന്മത്തരായി സന്തോഷത്തോടെ നിൽക്കുന്നു. അതും പാടില്ല. എന്നിട്ട് പൗലോസ്ലീഹ അവരോട് അവസാനം പറയുക, നിങ്ങളെ ഞാൻ പ്രശംസിക്കത്തില്ല. സാഹചര്യം മനസ്സിലായോ? പൗലോസ്ലീഹ ഇവിടെ പഠിപ്പിക്കുന്നത് ഷെയറിങ്ങിനെ കുറിച്ചാണ്, പങ്കുവയ്പ്പിനെ കുറിച്ചാണ്. പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത് എല്ലാവരും പങ്കുവയ്ക്കേണ്ടതിനെ കുറിച്ചാണ്. ഒരുമിച്ച് കൊണ്ടുവന്ന് തങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ കൊണ്ടുവന്ന് എല്ലാവർക്കും പങ്കുവയ്ക്കുന്നതിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. ഇത്രയും പറഞ്ഞ ശേഷം പൗലോസ്ലീഹ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയും, പങ്കുവയ്പ്പിൻ്റെതാണ് ഈ വിശുദ്ധ കുർബാനയെന്ന്. തുടർന്ന് വരുന്ന ഭാഗത്ത് വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് പറയുന്നത്. പങ്കുവയ്പ്പിൻ്റെതാണ് വിശുദ്ധ കുർബാന എന്ന് അവതരിപ്പിക്കുകയാണ്. ഈ ഭിന്നതയുടെ സാഹചര്യത്തിലാണ് പൗലോസ്ലീഹ പറയുന്നത് വിശുദ്ധ കുർബാന പങ്കുവയ്പ്പിൻ്റെതാണ്. ഈശോ പറഞ്ഞു, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവൻ, എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവൻ, ഇതെൻ്റെ ശരീരമാണ്, എല്ലാവർക്കുമായിട്ട് കൊടുത്തു ഇല്ലേ? പങ്കുവയ്പ്പിൻ്റെതാണ് വിശുദ്ധ കുർബാന എന്ന് തുടർന്ന് വരുന്ന വചനഭാഗത്ത് പഠിപ്പിക്കുന്നുണ്ട്. ഇതാണ് കോറിന്തിലെ ഒരു ഭിന്നത. ഭിന്നതയുടെ സാഹചര്യം മനസ്സിലായല്ലോ അല്ലേ? ഇനി എന്തെങ്കിലും ഈ ബൈബിൾ ഭാഗം വായിക്കുമ്പോൾ ഓർത്തോണം, ഇതാണ് അതിൻ്റെ സാഹചര്യം. അത് പങ്കുവയ്പ്പിനെ കുറിച്ച് പഠിപ്പിക്കുന്നതുമാണ്. പങ്കുവയ്പ്പിൻ്റെ സാഹചര്യത്തിലാണ് ഈ ഭിന്നത ഉണ്ടായിരിക്കുന്നതും. വ്യക്തമായോ ഇത്? നമുക്ക് കോരിന്തോസ് ലേഖനം ഏകദേശം ഒന്ന് അവസാനിപ്പിക്കാം. നമുക്ക് വേറെയും സ്ഥലങ്ങളിലോട്ട് പോകാനുള്ളത് കൊണ്ടാണ് കേട്ടോ. സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞ് ഒന്ന് അവസാനിപ്പിക്കാം. 1 കോരിന്തോസ് 13. നമ്മൾ മിനിങ്ങാന്ന് ക്ലാസ് തുടങ്ങിയത് ആ വചനഭാഗത്തോടു കൂടെയാണ് അല്ലേ? 1 കോരിന്തോസിൻ്റെ 13-ാമത്തെ അധ്യായം സ്നേഹത്തെക്കുറിച്ചാണ് അത് പറയുന്നത്. എന്താണ് ഈ ലേഖനം സ്നേഹത്തെക്കുറിച്ച് പറയുന്നത്? വായിക്കാം നമുക്ക്. 1 കോരിന്തോസ് 13. ഓക്കെ, താങ്ക് യു. ഇവിടെ സ്നേഹത്തെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് പൗലോസ്ലീഹ അവതരിപ്പിക്കുകയാണ്. എനിക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും, എനിക്ക് 9 കൂട്ടം വരങ്ങളുണ്ടെന്ന് കരുതുക. പൗലോസ്ലീഹ പറയുന്നത് 9 കൂട്ടം വരങ്ങളെക്കുറിച്ച്. ഒരാൾക്ക് 9 കൂട്ടം വരങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. 1 കോരിന്തോസിൻ്റെ 12-ാമത്തെ അധ്യായത്തിൽ 7 തുടങ്ങിയുള്ള വചനഭാഗത്താണ് വരങ്ങളെക്കുറിച്ച് കാണുന്നത്. 9 വരങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അവിടെ. 1 കോരിന്തോസിൻ്റെ 12-ാമത്തെ അധ്യായത്തിൻ്റെ 7, 8, 9, 10 വചനങ്ങളിൽ 9 കൂട്ടം വരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ പറയുന്നിടത്ത് നോക്കിക്കോണം. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എന്ന് പറഞ്ഞാൽ, എനിക്ക് ഭാഷാവരം ഉണ്ടേലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളവുമാണ്. ഓർത്തോണേ, നമ്മൾ ഓർക്കും നമുക്ക് വലിയ വരങ്ങളുണ്ട്, അതുകൊണ്ട് നമ്മൾ വലിയ മെച്ചപ്പെട്ടതാണ്. എന്നാ വരങ്ങളുണ്ടെങ്കിലും കൊള്ളാം, സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല, ചുമ്മാ ചലച്ചുകൊണ്ടിരിക്കുകയുള്ളൂ, ഒറ്റ പ്രയോജനവും ഇല്ലെന്നാണ് പറഞ്ഞു വരുന്നത്. 2, എനിക്ക് പ്രവചനപരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും, സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഐ എം നത്തിങ്. ഞാൻ ഒന്നുമല്ല.
എനിക്ക് വലിയ പ്രവചനപരമുണ്ട്. 9 വരത്തിൽ 9 വരവുണ്ട്, പ്രവചനപരവും ഉണ്ട്. എനിക്ക് സകല രഹസ്യങ്ങൾ ഞാൻ ഗ്രഹിക്കും. ഡിസേൺമെൻറ്റിൻ്റെ വരവും ഉണ്ട്. വിശ്വാസത്തിൻ്റെ വരം ഉണ്ട്, വലിയ വിശ്വാസം. അയ്യോ, മലകളെ മാറ്റാൻ തക്ക വിശ്വാസമാണ്. പക്ഷെ സ്നേഹമില്ലേലോ ഒന്നുമില്ല, എനിക്കൊന്നുമില്ല. അതായത് ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും സ്നേഹം അതിൻ്റെ അടിസ്ഥാനമായിട്ട് നിലനിൽക്കുന്നില്ല എങ്കിൽ ഐ എം നത്തിങ്, ഒന്നുമല്ല. വീണ്ടും പറയുകയാണ്, ഞാൻ എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവും ഇല്ല. എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്തു, എല്ലാവരും ഒക്കെ അംഗീകരിച്ചു, കൊള്ളാം ചേട്ടൻ കൊള്ളാം. സ്നേഹമൊന്നുമില്ല, ചുമ്മാ പേരിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. കാര്യമുണ്ടോ? ഇല്ല. വീണ്ടും പറയുക, എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും. അത് ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള വിവർത്തനത്തിലാണ്. പലരും ഒക്കെ ചോദിക്കുന്നത്, നമുക്ക് ഈ ദഹിപ്പീര് പരിപാടി നമുക്കുണ്ടോ എന്ന് ഇതിൻ്റെ വെളിച്ചത്തിലാണ് ചോദിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ശരിക്കുമുള്ള വ്യാഖ്യാനം അങ്ങനെയല്ല. ഞാൻ വലിയ വിശ്വാസമൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ ശരീരത്തെ രക്തസാക്ഷിത്വത്തിന് വിട്ടുകൊടുത്താലും എന്നുള്ളതാണ് അതിൻ്റെ ശരിക്കുമുള്ള അർത്ഥം. ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും എന്നുള്ളതല്ല. അത് മലയാളത്തിൻ്റെ ഒരു വിവർത്തനത്തിൽ വന്ന പ്രത്യേകത എന്നുള്ളൂ. സാവകാശം ആ വിവർത്തനം മാറും. അങ്ങനെയുള്ള ഒരു വാക്കാണിത്. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ വലിയ രക്തസാക്ഷിത്വം വരിക്കാൻ പോയാലും പേര് കിട്ടുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് വലിയ രക്തസാക്ഷിത്വത്തിനൊക്കെ പോയി, സ്നേഹമില്ലെങ്കിലോ എനിക്കൊരു പ്രയോജനവുമില്ല. ഐ ഗെയിൻ നത്തിങ്. സ്നേഹത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചാണ് പറഞ്ഞത്. എനിക്ക് എന്തുമാത്രം നമ്മൾ മുന്നേ പറഞ്ഞ 9 കൂട്ടം വരങ്ങളുണ്ട് എങ്കിലും ഞാൻ വലിയ രക്തസാക്ഷിത്വത്തിന് വേണ്ടിയിട്ട് പോയാലും എനിക്ക് സ്നേഹം എന്ന് പറയുന്ന ഭാവം ഇല്ല എങ്കിൽ ഐ ആം നത്തിങ്, ഐ ഗെയിൻ നത്തിങ്. എനിക്കൊന്നുമില്ല, എനിക്കൊരു പ്രയോജനവുമില്ല. അതായത് സ്നേഹത്തിൻ്റെ വലിയ ആ ഒരു ആഴത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി തുടർന്ന് വരുന്ന ഭാഗത്ത് പറയുന്നുണ്ട് എന്താണ് സ്നേഹത്തിൻ്റെ പ്രത്യേകത. സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്താ? സ്നേഹം ദീർഘക്ഷമയുള്ളതാണ്, ദയയുള്ളതാണ്, അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല, അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു, സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു, അതൊരിക്കലും അവസാനിക്കുന്നില്ല. അതാണ് സ്നേഹത്തിൻ്റെ പ്രത്യേകത. സ്നേഹമുണ്ടെങ്കിൽ അവിടെ ദീർഘക്ഷമയുണ്ട്, അവിടെ ദയയുണ്ട്, ഒട്ടും അസൂയയില്ല, ആത്മപ്രശംസയേയില്ല, അഹങ്കാരമില്ല, അനുചിതമായിട്ട് ഒരിക്കലും പെരുമാറത്തില്ല, സ്വാർത്ഥം അന്വേഷിക്കത്തില്ല, മറ്റൊരാളെക്കുറിച്ചുള്ള കരുതലുണ്ടാകും, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അനീതിയിൽ ഒട്ടും സന്തോഷിക്കുന്നുമില്ല. കൂടാതെ സത്യത്തിൽ ആഹ്ലാദം കൊള്ളുക. എവിടെയൊക്കെ സത്യമുണ്ടോ അവിടെ എല്ലാം ആഹ്ലാദം കൊള്ളുന്നു എന്നുള്ളതാണ്. സഹിക്കുന്നു. ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട് സ്നേഹം ഉണ്ടെങ്കിലാണ് പലർക്കും വേണ്ടിയിട്ട് സഹിക്കാനായിട്ട് സാധിക്കുന്നത്. സകലതും വിശ്വസിക്കുന്നു, ഉറച്ചു വിശ്വസിക്കുന്നു, പ്രത്യാശിക്കുന്നു, എല്ലാത്തിനെയും അതിജീവിക്കുന്നു. ഒരിക്കലും അവസാനിക്കാത്ത ഒരു സ്നേഹം. അതാണ് സ്നേഹത്തിൻ്റെ പ്രത്യേകത. പൗലോസ് ശ്ലീഹ പഠിപ്പിച്ചിട്ട് ഇതിൻ്റെ അവസാന ഭാഗത്ത് 13-ാമത്തെ വാക്യത്തിലോട്ട് വരുമ്പോൾ പറയും, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവയിൽ മൂന്നിലും എന്താണ്? സ്നേഹമാണ് സർവോത്കൃഷ്ടം എന്നാണ് പറയുന്നത്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു. എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം. 12-ാമത്തെ അധ്യായത്തിൻ്റെ 31-ാമത്തെ വചനം പറഞ്ഞു വെക്കുന്നൊരു കാര്യമുണ്ട്. 12:31, 1 കൊറിന്തോസിൻ്റെ 12:31 ഇങ്ങനെയാണ് വായിക്കുന്നത്: ഉത്കൃഷ്ടമായ ദാനങ്ങൾക്ക് വേണ്ടി തീക്ഷ്ണമായി അഭിലഷിക്കുവിൻ, ഉത്തമമായ മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏതാണ് ഉത്തമമായ മാർഗം? സ്നേഹം. അതുകൊണ്ടാണ് പറഞ്ഞത് സ്നേഹം സർവോത്കൃഷ്ടമാണ്. 12-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് 31-ാമത്തെ വചനത്തിൽ എന്താണ് ഉത്കൃഷ്ടമായ മാർഗമെന്ന് പറഞ്ഞു, അത് കാണിച്ചു തരികയാണ് 13-ാമത്തെ അധ്യായത്തിൽ. എന്നിട്ട് അതിൻ്റെ അവസാനം പറഞ്ഞു സ്നേഹമാണ് സർവോത്കൃഷ്ടം. അതാണ് സ്നേഹത്തെക്കുറിച്ചുള്ള പൗലോസ് ശ്ലീഹായുടെ പ്രബോധനം. എന്തോ സ്നേഹം വളരാനായിട്ട്
നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രക്രിയകൾ ചെയ്യുന്നത് വഴിയായിട്ട് സ്നേഹം വളരുവാൻ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്യണം. നമുക്ക് സ്നേഹം എങ്ങനെ വളരാനായിട്ട് സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ കാര്യം ചെയ്തത് കൊണ്ട് മാത്രം സ്നേഹം വളരുകയില്ല. നമുക്ക് സ്നേഹം വളരണമെന്നുണ്ടെങ്കിൽ ആരോടെങ്കിലും ഉണ്ട് വെറുപ്പ് ഉപേക്ഷിക്കണം. മറ്റൊരാളുടെ നന്മയിൽ നമ്മൾ സന്തോഷിക്കണം. മറ്റൊരാളുടെ നന്മയിൽ അയാളുടെ വളർച്ചയിൽ നമ്മൾ നമുക്കതിൽ സങ്കടപ്പെടാൻ പാടില്ല. അയാൾ വളരട്ടെ. അങ്ങനെ പലവിധ കാരണങ്ങൾ കൊണ്ടാണ്. ഇതെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അനുഷ്ഠിക്കുമ്പോഴാണ് സ്നേഹത്തിൽ ഉത്തരോത്തരം വളരാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ്. നമുക്ക് മാങ്ങ പോലെയോ തേങ്ങ പോലെയോ കാണിക്കാൻ പറ്റുന്നൊരു വസ്തുവുമല്ല, അല്ലേ? ഒരിക്കലുമല്ല. അത് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡാണ്, അല്ലേ? ഒരു ആറ്റിറ്റ്യൂഡ് അതിനെ ക്രിയേറ്റ് ചെയ്യാനേ നമുക്ക് പറ്റത്തുള്ളൂ. എല്ലാവരെയും സ്നേഹിക്കുക, കരുതൽ, ആവശ്യമുള്ളിടത്ത് കരുതൽ കൊടുക്കുക. അപ്പം നമ്മൾ ഇതിൻ്റെ നെഗറ്റീവായിട്ടുള്ള സംഗതികളെല്ലാം ഉപേക്ഷിക്കേണ്ടതുണ്ട്. അതായത് അസൂയ ഉപേക്ഷിക്കണം, ആത്മപ്രശംസ ഉപേക്ഷിക്കണം, അഹങ്കാരം ഉപേക്ഷിക്കണം, അനുചിതമായിട്ടുള്ള ഉചിതമല്ലാത്ത മറ്റുള്ളവരോടുള്ള പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണം, സ്വാർത്ഥം അന്വേഷിക്കാൻ പാടില്ല, കോപിക്കാൻ പാടില്ല, വിദ്വേഷം പാടില്ല, അനീതി ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ളതെല്ലാം ഉപേക്ഷിക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ടും സ്നേഹത്തിൽ ഉത്തരോത്തരം വളരാനായിട്ട് പറ്റുന്നത്. പിന്നെ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? തീർച്ചയായിട്ടും അത് എപ്പോഴും വേണമല്ലോ. അതില്ലാതെ പരിപാടി ഇല്ല. അതാ പ്രധാനമായിട്ടും വേണ്ടത്. തീർച്ചയായിട്ടും കേട്ടോ. ഉവ്വ 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 തീർച്ചയായിട്ടും ഉവ്വ. ഞാൻ പറഞ്ഞു ഓരോരുത്തരുടെയും അറിവിൻ്റെയും ചെയ്യുന്നതിൻ്റെ തലത്തിൻ്റെയും അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. സാർ അത്രയും ഉയർന്ന ചിന്താഗതിയോടുകൂടി ചിന്തിക്കുന്നത് കൊണ്ടാണ് അത്രയും ഒരു രീതിയിൽ ചെയ്യാൻ പറ്റുന്നത്. പല രീതിയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് സ്നേഹം വർദ്ധിക്കാനായിട്ട് ഇതുപോലെ തന്നെയാണ് നമുക്കൊക്കെ പലപ്പോഴും ഉണ്ടാകുന്ന ചില വേദനകളിലൊക്കെ അവരെ ഓർക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ സാധിച്ചാൽ മതി. നമ്മളെ നൊമ്പരപ്പെടുത്തുന്നവരെ സാധാരണഗതിയിൽ നമ്മളെ കുറ്റപ്പെടുത്തുന്നവരാവാം, തെറ്റിദ്ധരിക്കുന്നവരാവാം. ഞാനൊക്കെ ചെയ്യുന്ന സാധാരണഗതിയിൽ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് പേരെഴുതിയിട്ട് അൾത്താരയിൽ കൊണ്ടുപോയി വെക്കും. അല്ലെങ്കിൽ ഞാൻ അൾത്താരയിൽ കുർബാന ചെല്ലാനായിട്ട് നിൽക്കുന്ന സമയത്ത് അവരുടെ പേര് ഈ അൾത്താരയിൽ കൈകൊണ്ട് തന്നെ ചുമ്മാ വെറുതെ നമ്മളിങ്ങനെ എഴുതുകയല്ലേ, അപ്പോൾ അവരെ ഓർക്കും. അല്ലെങ്കിൽ പ്രാർത്ഥനാ നിയോഗം വേണ്ടവരെ നമ്മളവിടെ വെച്ച് കുറിക്കും. അതൊക്കെ നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചാൽ അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിയമവും ഇല്ല. അതൊക്കെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുകയാണ്. പിന്നെ സ്നേഹം വർദ്ധിക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇവിടെ തന്നെ പറയുന്നുണ്ട്. കോപിക്കുന്നില്ല. കോപം ഒഴിവാക്കാനായിട്ട് സാധിച്ചാൽ നമുക്ക് കൂടുതൽ സ്നേഹിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതിന് ധാരാളം വഴികളുണ്ട്. എൻ്റെ അമ്മ പണ്ട് എന്നോട് എപ്പോഴും പറയുമായിരുന്നു, അപ്പടി ശുണ്ഠിയാണ്. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരച്ഛനോട് പറഞ്ഞു, ഇങ്ങനെ കോപം ഒഴിവാക്കിയാൽ കൊള്ളാം. അപ്പോൾ അച്ഛൻ അതിൻ്റെ വഴികളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു, പല വഴികൾ. ഞാൻ കുറേ നാൾ അത് ചെയ്തു നോക്കി. ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു ആരോടെങ്കിലുമൊക്കെ ദേഷ്യപ്പെട്ടിട്ട് ഒരു 10-20 വർഷമെങ്കിലും ആയിട്ടുണ്ടാകും. ആരോടും ഞാൻ ക്ലാസ്സിൽ പിള്ളേരെ ചലഞ്ച് ചെയ്യും. നിങ്ങൾക്ക് എന്നെ കോപിപ്പിക്കാൻ അല്ലെങ്കിൽ എനിക്ക് കോപം വരുത്താനായിട്ട് എന്ത് ശ്രമങ്ങൾ വേണമെങ്കിലും നടത്താം. ചുമ്മാ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതായിരുന്നു. എന്തായാലും അവർ ശ്രമിച്ച് നോക്കിയിട്ട് ഇതുവരെ വിജയിച്ചിട്ടില്ല. എപ്പോഴാണെന്ന് അറിയത്തില്ല. ദൈവമേ ഉണ്ടായിരുന്നെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ പോലും എനിക്കിപ്പോൾ അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. ആരെന്ത് പറഞ്ഞാലും ഓക്കെ, ഒരു കുഴപ്പമില്ല. തിരിച്ചൊരിക്കൽ പോലും ഒരു വാക്ക് പോലും ഞാൻ അങ്ങനെ പറയേണ്ടതായിട്ട് വരുന്നില്ല. അങ്ങനെ തോന്നിയാലും ഓക്കെ, പോട്ടെ അങ്ങനെയുള്ളൊരിതിലേക്ക് അത് ക്രമീകരിച്ചെടുത്തതാണ്. എൻ്റെ ഒരു സ്പിരിച്വൽ ഫാദർ എന്നെ സഹായിച്ചതാണ്. അങ്ങനെ ഞാൻ ഇപ്പോഴും ആ അച്ഛനെ പോയി കാണും. പറയാം. ഒന്നാമത് അച്ഛൻ പറഞ്ഞതൊരു കരിസ്മാറ്റിക് ധ്യാന ഗുരുവായിരുന്നു. ഒന്നാമത് അച്ഛൻ പറഞ്ഞത്, ദേഷ്യം വന്നു എന്ന് തോന്നിക്കഴിയുമ്പം ചെയ്യേണ്ടത് സ്തുതിപ്പിൻ്റെ പ്രാർത്ഥന ചൊല്ലുകയാണ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നമുക്ക് ആരോടെങ്കിലും ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ ഉടനെ ചെയ്യേണ്ടത് ഈ സ്തുതിപ്പിൻ്റെ പ്രാർത്ഥന ചൊല്ലുക എന്നുള്ളതാണ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തുതി. കാരണം നമ്മൾ അങ്ങനെ സ്തുതിക്കാൻ പോകുമ്പോഴേക്ക് എന്ത് നഷ്ടപ്പെടും?
നമ്മുടെ ആ ഇമോഷണൽ, അല്ലെങ്കിൽ നമുക്ക് ഒരെണ്ണം കൊടുത്തേക്കാമെന്ന് ചിന്തിക്കുന്ന നമ്മുടെ ഇമോഷൻ അവൻ റേസ് ആകുക ഇല്ലേ? ഇത് ചെല്ലുമ്പോഴേക്കും അത് പാസിഫൈഡ് ആകും എന്ന് പറഞ്ഞാൽ അവൻ ശാന്തമാകും. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഡെലിബറേറ്റ് ആയിട്ട് ആദ്യം ഒന്നും എളുപ്പമല്ല, ഒരുപാട് നാളുകൾ പരിശ്രമിച്ചെങ്കിലേ ഇതാവത്തുള്ളൂ. ഓട്ടോമാറ്റിക്കലി എൻ്റെ മനസ്സിന് ഓട്ടോ സജഷൻ കൊടുത്ത് ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഇങ്ങനെ ചെല്ലാനായിട്ട് മനസ്സിനെ സജ്ജമാക്കണം. ഓട്ടോമാറ്റിക്കലി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ നമ്മൾ പറയുന്ന ദേഷ്യപ്പെടാനും തിരിച്ചൊരു അടി കൊടുക്കാനും അല്ലെങ്കിൽ രണ്ട് തെറി പറയാനും ഒക്കെ ഉള്ള ആ ചിന്തകൾ ശാന്തമാകും. അതാണ് ഏറ്റവും എളുപ്പമായിട്ട് അച്ഛൻ പറഞ്ഞത്. അച്ഛൻ്റെ ഒരു രീതി പറഞ്ഞതേ ഉള്ളൂ. യേശു സ്തോത്രം, യേശു നന്ദി, യേശു സ്തുതി ചെല്ലുക. രണ്ടാമത് അച്ഛൻ പറഞ്ഞു അറിയാവുന്ന സുഹൃത്ത് ജപങ്ങൾ. സുഹൃത്ത് ജപങ്ങൾ കൊച്ചാണല്ലോ, ഈശോയെ ജപേ എൻ്റെ മേൽ ആശ്രയമേ, അങ്ങനെയുള്ള സുഹൃത്ത് ജപങ്ങൾ ചൊല്ലുക. അതാണ് ദേഷ്യം ഒഴിവാക്കാനായിട്ടുള്ള ഏറ്റവും എളുപ്പമുള്ള മറ്റൊരു വഴി, സുഹൃത്ത് ജപങ്ങൾ ചൊല്ലുക. മൂന്നാമതായിട്ട് അച്ഛൻ പറഞ്ഞു തന്നത് അതൊരു രസകരമായിട്ടുള്ള കാര്യമാണ്, എണ്ണം നടത്തുക എന്നുള്ളതാണ്. എണ്ണുക. 100 തുടങ്ങി പുറകോട്ടെണ്ണണം. 100, 99, 98, 97, 96, 95, 94, 93, 92, 93, 90, 89, 88, 87, 86, 85, 84, 83, 82, 81, 80, 79, 78, 77, 76, 76, 75, 74, 73, 72, 73, അങ്ങനെ അങ്ങോട്ട് അങ്ങനെ ചൊല്ലണം. അതാണ് മറ്റൊരു മാർഗം. നമ്മൾ അങ്ങനെ ഡെലിബറേറ്റ് ആയിട്ട് ചെല്ലുമ്പോഴേക്കും എന്ത് നടക്കും? നമുക്ക് തിരിച്ച് പ്രകോപിക്കാൻ ആവാനുള്ളത് അത് തണക്കും. അപ്പോൾ ഈ 3 മാർഗങ്ങൾ അച്ഛൻ പറഞ്ഞത്. ആദ്യകാലത്തൊക്കെ ഞാൻ മറന്നു പോകുമായിരുന്നു, ചുമ്മാ അതും ഇതുമൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുമായിരുന്നു. അല്ല, ഞാൻ ആദ്യകാലത്ത് മുഴുവൻ സ്തുതിപ്പാ ചൊല്ലിയത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തുന്ന മാറ്റി പിടിക്കാമെന്ന് ഓർത്ത് ഞാൻ പിന്നീട് സുഹൃദേവൻ ചൊല്ലി. പിന്നീട് ഇടക്കാലത്ത് ഞാൻ ഡെലിബറേറ്റ് ആയിട്ട് തന്നെ 100 തുടങ്ങി പിറകോട്ട് എണ്ണിയിട്ടുമുണ്ട്. കളികളത്തിലൊക്കെ ചെല്ലുമ്പം നമുക്ക് ചിലപ്പോൾ പന്ത് പാസ് ചെയ്ത് തരാൻ പറ്റുന്നതായിരുന്നു, നമുക്ക് തന്നില്ല വേറൊരാൾക്ക് ഈ എണ്ണം നമ്മൾ അങ്ങനെയൊക്കെ ചോദിക്കില്ലേ, ഇങ്ങോട്ട് തരാനുള്ളത് അങ്ങോട്ടാണോ കൊടുക്കുന്നതെന്നൊക്കെ നമ്മൾ ചോദിക്കുകയല്ലേ. അപ്പോഴത്തേക്ക് 100, 99, 98, 97, 96, 95 അങ്ങനെ ചെയ്താൽ മതി. അത് അതെ 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 അങ്ങനെയാണ് കേട്ടോ. ഞാൻ മൈനസ് സെമിനാരിയിൽ, അതായത് എൻ്റെ ഒരു 17ാമത്തെ 18ാമത്തെ വയസ്സിൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയതാണ്. ആദ്യകാലത്തൊക്കെ എളുപ്പമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമില്ല, നമ്മൾ ഓർക്കുകയില്ല ഇത് പലപ്പോഴും. പിന്നീട് ചെയ്ത് സാവകാശം വന്ന് കുറേയേറെ വർഷങ്ങൾ അങ്ങനെ ചെയ്തു. ഇപ്പം എനിക്ക് അതൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ ഇപ്പോഴും അച്ഛനെ കാണാനായിട്ട് പോകുന്നുണ്ട്. അച്ഛന് 88 വയസ്സായി. ഞാൻ കഴിഞ്ഞ ആഴ്ചയും അച്ഛനെ പോയി കണ്ടു. എൻ്റെ അന്നത്തെ സ്പിരിച്വൽ ഫാദറാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാനിപ്പോൾ അച്ഛനോട് പറഞ്ഞു, എൻ്റെ അച്ഛൻ്റെ കയ്യെ പിടിച്ച് ഞാൻ ഉമ്മയൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, അച്ഛൻ എന്നെ അന്ന് അങ്ങനെ പറഞ്ഞു തന്നതുകൊണ്ടാണ് ഇന്നിങ്ങനെ പോകാനായിട്ട് എനിക്ക് സാധിക്കുന്നത് എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റാൻ പറ്റും എന്നുള്ളത് യാതൊരുവിധ സംശയവും ഇല്ല. അത് നമുക്ക് മാറ്റാൻ പറ്റും. നമ്മൾ പെട്ടെന്ന് പ്രകോപിതരാവില്ലേ? ഞാൻ ചിലപ്പോൾ പിള്ളേരോട് ചോദിക്കും, എൻ്റെ മോനെ കൊച്ചു എന്തിനാണ് ഇത്ര പ്രകോപിതനാകുന്നത്? ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് പലരും ഒക്കെ ചെയ്യലേ. നമുക്കത് ഒഴിവാക്കാൻ പറ്റും. ഇനി നമുക്ക് ദേഷ്യം കാണിക്കണം എന്നുണ്ടെങ്കിൽ പോലും നമുക്കിപ്പോൾ അഭിനയിക്കേണ്ടതായിട്ട് വരികയാണ്. പറഞ്ഞാൽ മിണ്ടരുത്, ദേഷ്യം അങ്ങനെയൊക്കെ നമ്മൾ പറയുമല്ലേ, എന്നൊക്കെ പറയുന്നത് നമ്മൾ അഭിനയിക്കേണ്ടതായിട്ട് വരും. അല്ലാതെ നമുക്ക് വരികയില്ല അങ്ങനെ ഒരു ദേഷ്യത്തിൻ്റെ ഭാവം. അത് സാവകാശം അങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അത് നമുക്ക് വലിയ സന്തോഷവും ആശ്വാസവും നൽകും. ഞാൻ എപ്പോഴും എൻ്റെ കൂടുതലുള്ള അച്ഛൻ എപ്പോഴും തൊട്ടേനും പിടിച്ചതിനും ഒക്കെ ദേഷ്യപ്പെടും. നിങ്ങൾ എന്നെ അങ്ങനെ കാണിച്ച് ഇങ്ങനെ കാണിച്ച് അങ്ങനെ ചെയ്യാവോ ഇങ്ങനെ കാണിക്കാം. അപ്പം ഞാൻ അച്ഛനോട് പറയും, എന്താ എന്തിനാ അച്ഛൻ വെറുതെ നെർവസ് ആവുന്നത്? വെറുതെ അച്ഛൻ്റെ എനർജി കളയും. ഉച്ച വരെയുള്ള സമയം പോകും ഞാൻ അവനോട് ദേഷ്യപ്പെട്ടല്ലോ എന്നോർത്ത്. പോട്ടെ, എന്നാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്താൽ എങ്ങനെയാടാ പോവേ എന്നൊക്കെ ചോദിച്ച് അങ്ങ് അവസാനിപ്പിച്ചാൽ ഒരു കുഴപ്പവും ഇല്ല, ശാന്തമായിട്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടെന്നുള്ള ചിന്ത ഇങ്ങനെ മനസ്സിൽ തികട്ടി കിടക്കുകയല്ലേ. നമ്മളും അങ്ങനെയല്ലേ. ചിലപ്പോഴൊക്കെ വീട്ടിൽ അതിനും ഇതിനും ഒക്കെ ദേഷ്യപ്പെടും. ചേച്ചിയോടായിരിക്കും ദേഷ്യപ്പെടുന്നത്, എന്നെ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്ത്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഓർക്കും, വേണ്ടായിരുന്നു, അത്രയും വേണ്ടായിരുന്നു എന്ന് നമ്മൾ ഓർക്കും ഇല്ലേ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ദേഷ്യപ്പെടലിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളത്, ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ട് നമുക്കത് മാറ്റാൻ പറ്റും. നമുക്ക് സ്നേഹമാണ്. പൗലോസ്ലീഹ പറഞ്ഞിട്ടുണ്ട്, സ്നേഹം അത് കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല. എന്തോ പരസ്പരം സ്നേഹിക്കണം. പരസ്പരം സ്നേഹിക്കണം. അത് ഈശോ പറഞ്ഞു തന്നൊരു വഴിയാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. തീർച്ചയായിട്ടും എല്ലാവരെയും, നമ്മുടെ ചുറ്റുമുള്ളവരെയും ഒക്കെ സ്നേഹിക്കണമെന്ന് നമ്മൾ പറയല്ലേ. അത് വേണം. വേറെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ അതിന്?
തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ അത് കുടുംബ ബന്ധത്തിൻ്റെ കാര്യത്തിൽ പറയുമ്പം നമ്മൾ എഫേസോസ് ലേഖനത്തിലോട്ട് വരുമ്പോൾ അത് പൗലോസ്ലീഹ പറയുന്നുണ്ട് വിവാഹവുമായിട്ട് ബന്ധപ്പെടുത്തി. ഭർത്താക്കന്മാരെ മിശിഹ എങ്ങനെ സഭയെ സ്നേഹിച്ചുവോ അപ്രകാരം നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണമെന്ന് പറയുന്നുണ്ട്. മിശിഹ തൻ്റെ ജീവൻ ബലി കൊടുത്ത് സഭയെ സംരക്ഷിച്ചതുപോലെ സ്വന്തം ജീവൻ കൊടുത്ത് ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കണമെന്ന് പറയുന്നുണ്ട്. എഫേസോസ് ലേഖനത്തിൻ്റെ 5-ാമത്തെ അധ്യായത്തിൻ്റെ 26-27 വചനങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു. അത് പറയാം. എനിക്കതൊരു തിരുത്തൽ തരാനുണ്ട്, അതുകൊണ്ടാണ്. എന്തോ? എഫേസോസിൻ്റെ 5-ാമത്തെ അധ്യായത്തിൽ 25-26. തീർച്ചയായിട്ടും നമ്മൾ തീരുമാനം എടുക്കാതെ ഒന്നും നടക്കുകയല്ലല്ലോ. നമ്മൾ തന്നെ തീരുമാനിക്കണം. തൊട്ടപ്പുറത്തെ വീട്ടിലെ ചാക്കപ്പഞ്ചേട്ടൻ തീരുമാനിച്ചാൽ യാതൊരു കാര്യവുമില്ല, ഞാൻ തന്നെ തീരുമാനിക്കണം. വിവാഹത്തെക്കുറിച്ച് ചോദിച്ചതുകൊണ്ട് അതുകൂടെ പറഞ്ഞേക്കാം. ഭാര്യമാരോട് എങ്ങനെയാണ് എന്നുള്ളത് ചേട്ടൻ വായിച്ചിരിക്കുന്നത് 5-ാമത്തെ എഫേസോസ് ലേഖനത്തിൻ്റെ 5-ാമത്തെ അധ്യായത്തിൻ്റെ 21-ാമത്തെ വചനമാണ് വായിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. 22-ാമത്തെ വചനം, 21 വായിച്ചിട്ടില്ലെന്നും എനിക്കറിയാം. ഞാൻ പറയാം, വലിയൊരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന വിവാഹത്തെക്കുറിച്ച് ബന്ധിപ്പിച്ച് ഞാൻ പറയേണ്ടതായിരുന്നു. ഞാൻ അന്നേരം വിട്ടുപോയി. എഫേസോസ് ലേഖനത്തെക്കുറിച്ച് പൗലോസ്ലീഹായുടെ കാഴ്ചപ്പാടുണ്ട്. അത് പറഞ്ഞാലോ? നമ്മൾ കൊറിന്തോസ് ലേഖനം തൽക്കാലം അവസാനിപ്പിച്ചു. എഫേസോസ് ലേഖനത്തിലെ വിവാഹത്തെക്കുറിച്ച് പറയാം. നമ്മൾ കല്യാണത്തിന് പോകുമ്പോൾ എപ്പോഴും കേൾക്കുന്നൊരു വചനഭാഗമായില്ലേ? കല്യാണത്തിന് പോകുമ്പം ലേഖനം വായിക്കുമ്പം അൽത്താരപാലനോ അല്ലെങ്കിൽ നമ്മുടെ കപ്പ്യാരിയേട്ടനോ വായിക്കും, എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ എഫേസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം, അധ്യായം 5:22 മുതലുള്ള വചനങ്ങൾ. അത്രയും പറഞ്ഞു വെച്ചിട്ട് പുള്ളിക്കാരൻ ഉറക്കെ വായിക്കുന്നത് ഇങ്ങനെയാ: ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെന്നതുപോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. നല്ലൊരു കല്യാണത്തിൻ്റെ ദിവസം ആ കെട്ടാൻ നിൽക്കുന്ന പെൺകൊച്ചിന് സകല വിരോധവും എൻ്റെ പൗലോസ്ലീഹായോട് തോന്നാനുള്ള പ്രധാന കാരണം കപ്പ്യാരിയേട്ടൻ്റെ ഈ വായനയാണ്. വായന തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വേറെ ഒന്നും പറയാനില്ലാഞ്ഞിട്ട് ഈ പൗലോ പറഞ്ഞേക്കുക വിധേയരായിരിക്കണമെന്ന്. ഇവിടെ തുടങ്ങുന്ന പ്രശ്നമാണ്. അത് കൃത്യമായിട്ടൊന്ന് വ്യാഖ്യാനിച്ച് തന്നേക്കാന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ആരും തെറ്റിദ്ധരിച്ചേക്കരുത്. നമുക്ക് മലയാളം POC വിവർത്തനത്തിലാണ് ഈ ചെറിയൊരു പരിക്ക് പറ്റിയിരിക്കുന്നത്. ഇംഗ്ലീഷ് ബൈബിളിൽ 21-ാമത്തെ വചനം ഈ 22-നോട് ചേർത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. മലയാളം ബൈബിളിൽ ഭാര്യ ഭർത്താക്കന്മാരെന്ന് തുടങ്ങുന്നത് ഏത് വാക്യത്തിലാണ്? 22-ലാണ്. ഇംഗ്ലീഷ് ബൈബിൾ എടുത്തു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ എന്നുള്ളതിന് താഴെ തുടങ്ങുന്നത് 21-ാമത്തെ വചനമാണ്. ഈ POC ബൈബിള് ക്രമീകരിച്ചപ്പം ആരോ മനഃപൂർവ്വം ചെയ്തതാണോ എന്ന് എനിക്ക് ബലമായ സംശയം കൂടെ. അതുമാത്രവുമല്ല, നിങ്ങളുടെ അത്ഭുതത്തിന് കാരണമാകുന്ന ഒരു കാര്യം കൂടെ ഞാൻ പറയാം. 22-ാമത്തെ വചനത്തിൽ സത്യമായിട്ടും വിധേയപ്പെടുക എന്നുള്ളൊരു വാക്കില്ല. ഞാൻ ഈ അടുത്ത കാലത്ത് അതിൻ്റെ ഒരു പഠനം നടത്തുകയായിരുന്നു. സത്യമായിട്ടും 22-ാമത്തെ വചനത്തിൽ വിധേയപ്പെടുക എന്നുള്ളൊരു വാക്കില്ല. ഒറിജിനൽ ഗ്രീക്ക് ഭാഷയിലാണല്ലോ എഴുതിയിരിക്കുന്നത്. ആ വാക്ക് 22-ാമത്തെ വചനത്തിലില്ല. അപ്പം പിന്നെ എല്ലാവരും ചോദിക്കും എന്തുവാന്ന്. 21-ാമത്തെ വചനത്തിൽ ആ വാക്കുണ്ട്. 21-ാമത്തെ വചനത്തിൽ ആ വാക്കുണ്ട്. 21, 22 ഒരുമിച്ച് പോകുന്ന വചനഭാഗങ്ങളാണ്. നമ്മൾ തിരിച്ചു വന്നപ്പം അത് മുകളിലും മറ്റേത് താഴെയുമാക്കി ഇട്ടുപോയി എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അതങ്ങനെ ഇട്ട് വന്നപ്പം എന്നാ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ടാമത്തേത് മുന്നിലത്തേതിൻ്റെ ക്രിയാപദം കൂട്ടിച്ചേർത്തതാണ്. അപ്പം അതുകൊണ്ട് ഇനി പുതിയതായിട്ട് ബൈബിൾ ഇറങ്ങി, പുതിയ ബൈബിളിൻ്റെ അകത്ത് ഈ വാക്കില്ല കേട്ടോ. പുതിയ ബൈബിൾ ഇറങ്ങിയിട്ടുണ്ട്, POCന്ന് തന്നെ ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടു കാണുമെന്ന് എനിക്കറിയത്തില്ല. പഠന ബൈബിള് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഈ തിരുത്തൽ വന്നിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെന്നതുപോലെ ഭർത്താക്കന്മാരോട് ആയിരിക്കുവിൻ.
ശ്രദ്ധിച്ചോണം. ഭാര്യമാരെ നിങ്ങൾ കർത്താവിന് എന്നതുപോലെ ഭർത്താക്കന്മാരോട് ആയിരിക്കുവിൻ. എന്തോ ഇംഗ്ലീഷിലും അത് മാറ്റം വരുത്തും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വെർബ് അവിടെ ഇല്ല, അതുകൊണ്ടാണ്. അതേസമയം ഇനി വായിക്കാൻ തുടങ്ങേണ്ടത്, ഞാനൊരു നിർദ്ദേശം അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇനി കല്യാണത്തിൻ്റെയൊക്കെ ടെക്സ്റ്റ് ക്രമീകരിക്കുമ്പം 21-ാമത്തെ വാക്യം കൂടെ കൂട്ടിച്ചേർക്കണം. കാരണം 21-ലാണ് ഈ 22-ന്റെ ക്രിയാപദം കിടക്കുന്നത്. അപ്പം അതുകൊണ്ട് അതിനെ മുന്നിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് തന്നെ തുടങ്ങണം. എങ്ങനെ തുടങ്ങണം? ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും വിധേയപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പം ആ പ്രശ്നം ഒഴിവാകും. ചേച്ചിമാർക്ക് എൻ്റെ പൗലോസ്ലിഹായോടുള്ള ആ വിദ്വേഷം മാറിയും കിട്ടും. ആ മാനേജ് ചെയ്യുന്ന എനിക്കറിയാം, പ്രായോഗികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം. പൗലോസ്ലിഹായുടെ നിങ്ങൾക്ക് ചില കടപ്പാട് കൂടുതലുണ്ടെന്നും എനിക്കറിയാം. അതുകൊണ്ട് എനിക്കറിയാം പ്രായോഗികപരമായിട്ട് ചില ബുദ്ധിമുട്ടുകളുണ്ട്, ഇല്ലെന്നല്ല. എങ്കിലും ഇതാണ് അതിൻ്റെ ശരിക്കുമുള്ള വ്യാഖ്യാനം കേട്ടോ. അതായത് വിവാഹ ജീവിതം എന്ന് പറയുന്നത് പരസ്പരം ഉള്ള സമർപ്പണത്തിൻ്റെ ജീവിതമാണ്, വിധേയപ്പെടലിൻ്റെ ജീവിതമാണ് എന്നുള്ളതാണ്. ഈ വിധേയപ്പെടൽ എന്നുള്ളത് കൊണ്ട് അടിമത്തം എന്നല്ല അർത്ഥമാക്കുന്നതും, മറിച്ച് ഒരാൾ മറ്റേയാൾക്ക് കൊടുക്കാനുള്ള വിഹിതം, സ്നേഹം, അത് അർഹമായിരിക്കുന്നത് കൊടുക്കുക എന്നുള്ള അർത്ഥത്തിലും കൂടിയാണ് ഈ വിധേയപ്പെടുക എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ പിന്നീട് അന്വേഷിച്ചു, മലങ്കര സഭയിലും ഓർത്തഡോക്സ് യാക്കോബായ സഭയിലുമൊക്കെ ഇതിൻ്റെ വിവർത്തനം വന്നിരിക്കുന്നത് അവരുടെ വിവർത്തനങ്ങളിൽ എങ്ങനെയാണ്. അപ്പോൾ അവരെ അനുസരിക്കുക എന്ന് ചിലർ കൊടുത്തിട്ടുണ്ട്. പരസ്പരം നിങ്ങൾ അനുസരിക്കുക, പരസ്പരം കീഴ്പ്പെടുക, പരസ്പരം സമർപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലൊക്കെ അവരുടെ പുസ്തകങ്ങളിലുണ്ട്, ഓർത്തഡോക്സിലും മാർത്തോമായിലും യാക്കോബായിലും ഒക്കെ. അപ്പം നമുക്ക് ഉള്ളത് വിധേയപ്പെടുക എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. 21-ാമത്തെ വാക്യം കൂട്ടിച്ചേർത്ത് വേണം വായിക്കാനായിട്ട്. കാരണം അവിടെയാണ് തുടക്കം. ഈ ഭാര്യ ഭർത്താക്കന്മാർ എന്നുള്ള ആ ടൈറ്റിൽ മലയാള പുസ്തകത്തിലേത് അതിൻ്റെ മുകളിലോട്ട് കയറ്റിയിടണം. അപ്പോൾ 21-ൽ വേണം വായിച്ചു തുടങ്ങാനായിട്ട്. ഇങ്ങനെ വേണം ഇനി മുതൽ അൾത്താരബാലൻ അല്ലെങ്കിൽ കപ്പ്യാരിയേട്ടൻ വായിക്കാനായിട്ട്. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ നിങ്ങൾ കർത്താവിന് എന്നതുപോലെ ഭർത്താക്കന്മാരോട് ആയിരിക്കുവിൻ. കാരണം വിധേയപ്പെടുക എന്ന് പറയുന്ന വെർബ് ഒറിജിനലിൽ ഇല്ല. തൊട്ട് മുൻപിലത്തേതിൻ്റെ വെച്ചുകൊണ്ട് ഇപ്പുറത്തോട്ട് ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഗ്രീക്കിന് അങ്ങനെ ഒരു ടെക്നിക്കൽ ഒരു സാധ്യതയുണ്ട്. അവിടെ അസച്ചായിട്ട് ഒരു വെർബിലായെങ്കിൽ തൊട്ട് മുൻപിലത്തേത് വേണമെങ്കിൽ എടുത്ത് ചേർക്കാം. ആ ഒരു ഓപ്ഷൻ വെച്ചുകൊണ്ടാണ് മലയാള വിവർത്തനത്തിൽ വന്നപ്പം അങ്ങനെ ആക്കിയത്. അതുകൊണ്ട് പുതിയ ബൈബിളിൽ ഇല്ല. അതുകൊണ്ട് വിഷമിച്ചേക്കല്ലേ കേട്ടോ, ഇനി വായിക്കുമ്പം അങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് 21 കൂട്ടിച്ചേർക്കാമെങ്കിൽ ആ വിഷമം മാറിക്കൊള്ളു. രണ്ടുപേരും പരസ്പരം വിധേയപ്പെടണമല്ലോ. അല്ലെങ്കിലും പൗലോസ്ലിഹ കട്ടിയായിട്ട് ചേട്ടന്മാരോടാണ് പറഞ്ഞിരിക്കുന്നത്. ഇവരോട് അങ്ങനെ വിധേയപ്പെടാൻ പറഞ്ഞെന്ന് ഓർക്കുക, അല്ലെങ്കിൽ ബഹുമാനിക്കണമെന്ന് പറഞ്ഞെന്നും ഓർക്കുക. ഭർത്താക്കന്മാരോട് പറഞ്ഞിരിക്കുക, മിശിഹ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. മിശിഹ എങ്ങനെയാണ് സഭയെ സ്നേഹിച്ചത്? ജീവൻ കൊടുത്ത. അപ്പം നമ്മൾക്ക് ആ കഷ്ടപ്പാട് മുഴുവനായിട്ട് ജീവൻ കൊടുത്തു വേണം സ്നേഹിക്കാനായിട്ട്. ഇവർ മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. എന്തോ പിന്നെ പ്രയാസം എൻ്റെ ചേട്ടാ. അപ്പം അതുകൊണ്ട് ഈ ഒരു കാര്യത്തെ ഒന്ന് മനസ്സിലാക്കണേ. നമുക്കുണ്ടായിരുന്നൊരു തെറ്റിദ്ധാരണയായിരുന്നു. സത്യത്തിൽ ഞാനും അങ്ങനെ ചിന്തിച്ചിരുന്നത്. ഇത് വായിച്ച് പഠിച്ച് പൗലോസ്ലിഹായെ മനസ്സിലാക്കാൻ തുടങ്ങിയ ശേഷമാണ് ഇതിങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലായത്. പിന്നീട് നോക്കിയപ്പോഴാണ് മനസ്സിലായത് 21-ാമത്തെ വാക്യം ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ചേർന്ന് നിൽക്കേണ്ടതുമാണ്. അപ്പോൾ അങ്ങനെയാണ് രണ്ടുപേരും കർത്താവിനോടുള്ള ബഹുമാനത്തെ പ്രതി പരസ്പരം വിധേയരായിരിക്കുവിൻ എന്ന് പറയുന്നത്. വീണ്ടും ഇവിടെ പറയുന്നുണ്ട്, വേറെ ഒരു പ്രശ്നമുണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ. ഇവിടെ പറയുന്നുണ്ട്, ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അതിന് തൊട്ട് മുമ്പിൽ കേട്ടോ 23-ലെ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസായിരുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. അതാണ് വേറൊരു പ്രശ്നം. ചേട്ടൻ ചുമ്മാ അങ്ങനെ എൻ്റെ ശിരസൊന്നും ആവണ്ടെന്ന്. ശിരസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രേഷ്ഠമായ സ്ഥാനമാണല്ലോ. അപ്പം അതുകൊണ്ട് ചേട്ടൻ അങ്ങനെ വീട്ടിൽ വലിയ ഹെഡ് കളിക്കണ്ടെന്ന്. പക്ഷെ ഓർത്ത് നോക്കണം, ആ ഹെഡിനൊരു ശുശ്രൂഷ കൂടെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താ? രക്ഷകനാണ്. അതായത് ഭർത്താവ് ശിരസാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അദ്ദേഹം രക്ഷകനാണ് എന്നുള്ളതാണ്. ഭർത്താവ് ഭാര്യയുടെ ശിരസാകുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ഭർത്താവ് ഭാര്യയുടെ രക്ഷകനാണ് എന്നാണ്. ഇതും സമ്മതിക്കാത്ത കുറേ പേരുണ്ട്. അങ്ങനെ ഞാൻ രക്ഷകയായിക്കൊള്ളാമല്ലോ, ചേട്ടൻ എന്തിനാ രക്ഷകനാകുന്നത്, എനിക്കെന്താ രക്ഷകയായിക്കൊള്ളാം.
കുഴപ്പമില്ല, തിരിച്ചും ആയിക്കൊള്ളട്ടെ. വ്യക്തമായോ? അതായത് ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. സഭയുടെ ശിരസ് മിശിഹ ആയതുപോലെ, അതുകൊണ്ട് മിശിഹ സഭയെ രക്ഷിച്ചു, സേവിയറാണ്. അപ്പം അതേപോലെ തന്നെയാണ് ഭർത്താവ് ഭാര്യയുടെ ശിരസാണ് എന്ന് പറയുമ്പം അതിൻ്റെ അർത്ഥം ഹസ്ബൻഡ് ഈസ് ദ സേവിയർ ഓഫ് ദ വൈഫ്. ഭാര്യയെ സംരക്ഷിക്കേണ്ടതും അവളെ രക്ഷിക്കേണ്ടതും കുടുംബത്തെ സംരക്ഷിക്കേണ്ടതും ഭർത്താവാണ് എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഈ ഒരു കാര്യം വന്നിരിക്കുന്നത്. അതിന് തടസ്സമൊന്നുമില്ലല്ലോ അല്ലേ? പറഞ്ഞേക്കണം കേട്ടോ. സന്തോഷമായി. ഇതാണ് കേട്ടോ പൗലോസ്ലിഹായുടെ എഫേസുസുകാർക്കുള്ള ലേഖനത്തിൽ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. രണ്ടുപേരും വിധേയപ്പെടേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഭർത്താവ് ഭാര്യയുടെ ശിരസായിരിക്കുന്നത് അദ്ദേഹം രക്ഷകനായിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാര് സ്വന്തം ജീവൻ കൊടുത്തുപോലും കുടുംബത്തെ സംരക്ഷിക്കണം, ഭാര്യയെ സ്നേഹിക്കേണ്ടതുണ്ട് എന്നും കൂടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതാണ് പൗലോസ്ലിഹായുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എഫേസൂസ് ലേഖനത്തിലെ ഒരു ദർശനം. ഉപയോഗിച്ചിട്ട് ഇമേജറി ഉപയോഗിച്ചിരിക്കുകയാണ്. അദ്ദേഹം അങ്ങനെ പല കാര്യങ്ങളും പറയാനായിട്ട് ഇമേജറികൾ ഉപയോഗിക്കും. അത് പൗലോസ്ലിഹായുടെ ഒരു പ്രത്യേകതയാണ്. ഒരുപാട് ഇമേജറികൾ ഉപയോഗിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. നമ്മളാണെങ്കിലും ചിലരെ കാണുമ്പോൾ പറയത്തില്ല, വലിയ സ്നേഹമുള്ളൊരു ചേട്ടനാ, അല്ലെങ്കിൽ നമുക്കെന്താ പറയുന്നത്, നമ്മൾ ആൾക്കാരെക്കുറിച്ച് പറയും, അയ്യോ ചേട്ടൻ്റെ ആ ഇടപെടൽ സ്നേഹം കണ്ട താമരപ്പൂ പോലെയാ, അല്ലെങ്കിൽ റോസാപ്പൂ പോലെയാ, ചേച്ചിയുടെ ചിരി കണ്ട റോസാപ്പൂ പോലെയാ, വലിയ സന്തോഷം തരുമെന്ന്. അങ്ങനെ നമ്മൾ ഉപമകൾ ഉപയോഗിക്കും, ഇമേജറീസ് ഉപയോഗിക്കും. അതുപോലെ പൗലോസ്ലിഹ ധാരാളം ഇമേജറികൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെയുള്ള ഇമേജറികളാണ് ഇവിടെയും ഉള്ളത്. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇടവേളയ്ക്ക് പിരിയുന്നതിന് മുൻപ് 11 മണിക്ക് നമുക്കൊരു ബ്രേക്ക് ഉണ്ടല്ലോ. എന്തെങ്കിലും ചോദിക്കാൻ? ഇല്ലെങ്കിൽ നമുക്ക് ഇടവേളയ്ക്ക് പിരിഞ്ഞിട്ട് തിരിച്ച് കുറച്ച് 10-20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും തിരികെ വരാം. അത് എല്ലാ ലേഖനങ്ങളിലുണ്ട്. കൊളോസോസ് ലേഖനത്തിലും ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗം. പ്രത്യേകിച്ച് പൗലോസ്ലിഹ പല ലേഖനങ്ങളിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എഫേസോസ് ലേഖനത്തിന് അതിൻ്റെതായിട്ടുള്ള പ്രത്യേക കാരണങ്ങളുണ്ട്. ഒന്നുമില്ല, എഫേസോസ് ലേഖനത്തിലെ ഭാര്യ ഭർത്താക്കന്മാരോട് മാത്രമല്ല, അപ്പന്മാരും മക്കളും ചെയ്യേണ്ട ദൗത്യത്തെക്കുറിച്ചുണ്ട്, യജമാനന്മാരും അടിമകളും ചെയ്യേണ്ട ദൗത്യത്തെക്കുറിച്ചുണ്ട്. അങ്ങനെ 3 പേർക്കുമുള്ള ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് അവിടെ, ഒരാൾക്ക് മാത്രമല്ല. അതായത് പൗലോസ്ലിഹയുടെ ലേഖനത്തിന്റെ പ്രത്യേകത ഇതാണ്: ഒരു ഭാഗത്ത് ദൈവശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ പറയും, മറ്റേ ഭാഗത്ത് ധാർമ്മികപരമായിട്ടുള്ള കാര്യങ്ങളും പറയും. അങ്ങനെ 2 ഭാഗമുണ്ട്. ധാർമ്മികപരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സഭാ കൂട്ടായ്മയെ വളർത്തിക്കൊണ്ടുവരുമല്ലേ. നമുക്ക് ഇത്രയും നാൾ ഉണ്ടായിരുന്ന വിജാതിയുടെ സംസ്കാരമല്ല ഇനി വേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് പുതിയൊരു സംസ്കാരമാണ്, ഒരു ക്രിസ്തീയ സംസ്കാരമാണ്. ആ സംസ്കാരത്തിന്റെ പ്രത്യേകതകളാണ് ഈ പറഞ്ഞതൊക്കെ. മറ്റു കൂട്ടായ്മയ്ക്ക് ഇത് ബാധകമാണോ എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ കൂട്ടായ്മയ്ക്ക് ഇത്തരത്തിലുള്ളൊരു ചൈതന്യം ആവശ്യമായിട്ടുണ്ട്. അപ്പം അതെങ്ങനെയാണ് ക്രമീകരിക്കുന്നത് എന്നാണ് ഇവിടെയെല്ലാം പറഞ്ഞു വരുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ പറയുന്നത് പൗലോസ്ലിഹായാണ് ഈ സഭയുടെ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച ആള്. ഈ സഭയെന്ന് പറയുന്നത് പൗലോസ്ലിഹായുടെ സഭയാണ് എന്ന് പറയാനുള്ള കാരണം, നമ്മുടെ ഒരുപാട് പ്രബോധനങ്ങളെല്ലാം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ഈ ലേഖനങ്ങളിലാണ്. ഓക്കെ, നമുക്കിടവേളയ്ക്ക് പിരിയാം.